ഒരിക്കൽ കൂടി ഒരു ക്ലാസ്സിലിരിക്കാൻ ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ ജീവിതത്തിൽ. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം എന്ന്. അതില്ലാത്തവരാരുമില്ല. നമ്മുടെ നൊസ്റ്റാൾജിയാണത്. ഒരിക്കൽ കൂടി ക്ലാസ്സിൽ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് നിങ്ങൾക്കൊരു ചെറിയ കണക്ക് തന്നുകൊണ്ടാണ്. ഈ കണക്കിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. കണക്കിൻ്റെ ഉത്തരം ഞാൻ ആരോടും ചോദിക്കില്ല. ഉത്തരം അറിയെങ്കിൽ കൈവക്കിയാൽ മതി, അവരോടേ ചോദിക്കൂ. ഉത്തരം അറിയുന്നവർ കൈവക്കിയാൽ മതി, അവരോടേ ഞാൻ ചോദിക്കൂ. അപ്പോൾ നിങ്ങൾ കണക്ക് തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ആദ്യം ഇതിൽ ഡ്രൈവിംഗ് അറിയുന്നവരെത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തു. മഹാഭൂരിപക്ഷത്തിനും ഡ്രൈവിംഗ് അറിയാം. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു ഗുണമാണത്. ഡ്രൈവിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഡ്രൈവിങ്ങിന് മറ്റു തൊഴിലിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒരേ ഒരു പണിയാണ് ഡ്രൈവിങ്. ഡ്രൈവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ സ്റ്റെയറിങ് തിരിക്കാൻ മനസ്സില്ല എന്ന് പറയാൻ പറ്റില്ല. ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിങ്. ഞാനിപ്പോൾ നിങ്ങളെ ഒരു സങ്കല്പ ലോകത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളെല്ലാവരും ഒരു വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുക. വിചാരിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ, ഒരു പ്രയാസമില്ല. വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെപ്പോലെ കോളയാട് സെൻറ്റ് കോർണേലിയസ് സ്കൂളിലൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കെമിസ്ട്രി എടുക്കുന്ന മേരി ടീച്ചർ ഇതുപോലെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു തവണ പോലും ഞങ്ങൾക്ക് ലാബറട്ടറി കൊണ്ടുപോയിട്ടൊരു പരീക്ഷണം കാട്ടി തന്നിട്ടില്ല. ലാബറട്ടറി എന്നൊരു ബോർഡ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്താ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ടീച്ചർ വിരൽ കാണിച്ചിട്ട് പറയും, ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. എന്ത് രാസമാറ്റം സംഭവിക്കും? കാലപ്പിഴ കൊണ്ട് എന്നോട് തന്നെയാണ് ചോദിച്ചത്. എൻ്റെ വയറ്റിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് ഒഴുകാൻ തുടങ്ങി. ഉത്തരം അറിയില്ല, വയറ്റിൽ പോച്ചലുണ്ടാവുമല്ലോ. എന്നിട്ട് ഞാനൊരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ഗെറ്റ് ഔട്ട്, നാളെ അപ്പനെയും കൂട്ടി വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക എന്നായിരുന്നു. എല്ലാം വിചാരിക്കണം, പിന്നെ അതും കൂടി അങ്ങ് വിചാരിച്ചാൽ പോലെ. അപ്പോൾ ഞാൻ ഈ അനുഭവം കഴിഞ്ഞ ദിവസം റേഡിയോ മാംഗോ മികച്ച വിദ്യാലയ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു മത്സരം വെച്ചു. ആ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ അനുഭവമാണിത് കേട്ടോ. എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. ഇനി കണക്കിലേക്ക് നമ്മൾ കടക്കുക. ഈ വണ്ടി 2 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ വഴിയിൽ നിന്ന് 4 ആൾ അതിൽ കയറി. പിന്നെ 4 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും വണ്ടി 5 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ 10 പേര് കയറി. പിന്നെ 10 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ 5 പേർ ഇറങ്ങിപ്പോയി. കണക്ക് തീർന്നു, പേടിക്കണ്ട. കണക്കൊന്നുകൂടി പറയാം. 2 കിലോമീറ്റർ ഓടിയപ്പോൾ 4 ആൾ കയറി, 4 കിലോമീറ്റർ ഓടിയപ്പോൾ 2 ആൾ ഇറങ്ങി, 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 ആൾ കയറി, 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 ആൾ ഇറങ്ങി. ഇനി ചോദ്യം ഇതാണ്, ആരും ഉത്തരം പറയരുത്. ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ മാത്രം മതി. ഞാൻ ചോദിക്കുമ്പോൾ മാത്രമേ പറയാവൂ. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായിരിക്കുന്നതാണ്? ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്, 2, 3, 4, 5, 6, 7, 8, 9, ഒരു 10-15 ആൾ കൈപൊക്കി. അപ്പോൾ ഞാൻ ആദ്യം കൈപൊക്കിയ ആൾക്കൊരു ചാൻസ് കൊടുക്കുകയാണ്. കൃത്യസംഖ്യ മാത്രമേ പറയാവൂ. ഒന്ന് പറഞ്ഞോളൂ. അവിടെ ആ മാസ്ക് ഇട്ട ആൾ, നിങ്ങളാണ് ആദ്യം കൈപൊക്കിയത്. കൃത്യസംഖ്യ, സംഖ്യ പറഞ്ഞോളൂ. 39. ഇവിടെ 40. അവിടെ ഇവിടെ 43. 50. 53. ഓക്കെ, ഇവരെല്ലാം പറഞ്ഞ ഉത്തരം ശരിയാ. അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വന്തം വയസ്സാണ്. നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആരാണ് ഡ്രൈവർ? നിങ്ങളാണ്. ഇവിടെ ഒരു 25 പേർക്ക് ഉത്തരം കിട്ടി, മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞേ? മനസ്സിലാക്കേണ്ടത്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന് ഓർമ്മയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്.
മറ്റു പലരും ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യലാണ് നമ്മുടെ ജോലി. എൻ്റെ മകൻ്റെ സ്വഭാവത്തിനും അവൻ്റെ ബുദ്ധിശക്തിക്കും എൻ്റെ വീട്ടു സാഹചര്യത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കേണ്ട ഡ്രൈവർ നിങ്ങളാണ്. എന്തൊക്കെയാണ്? എൻ്റെ മകൻ്റെ, എൻ്റെ മക്കളുടെ ബുദ്ധിശക്തി, അവൻ്റെ താല്പര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വണ്ടി ഓടുന്നത്. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ഇരിക്കുക. പക്ഷേ നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാരോ ഓടിക്കുന്ന വണ്ടിയിൽ ആ വീട് അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവരുടെ പിറകെ ഓടുന്ന, അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരായി മാത്രം മാറുന്നു നമ്മൾ. അത് മാറ്റണം. നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് എന്ന നല്ല ബോധ്യമുണ്ടാവണം. ആ ബോധ്യം നമുക്കുണ്ടാവണം. പഠിക്കേണ്ടത് ചോദ്യമാണ്. നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക എന്ന ചോദ്യഭാഗം അവഗണിച്ചത് കൊണ്ടാണ് പലർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടാഞ്ഞത്. പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി. മക്കളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുക. ഈ കുസൃതി ചോദ്യം, കടങ്കഥകളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ചോദ്യം ചോദിക്കുവാനും ഉത്തരം കണ്ടെത്താനുമുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിനാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട്. ഒരുത്തൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ വധുവിനെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കിടത്താൻ ഒരു ബെഡ്റൂം, ഒരു കട്ടിൽ ഓപ്പൺ ചെയ്യപ്പെടാതെ പെണ്ണ് കാണാൻ പോകില്ലല്ലോ. ഈ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നിടത്തോളം ഇവൻ പെണ്ണിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. ചോദ്യം നന്നായി പഠിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താണ്? ഉത്തരം കിട്ടുന്നത് വരെ ഈ സ്പേസ് വാക്കൻ്റ് ആണ്. ഈ വാക്കൻ്റായ സ്പേസ് വാക്വമാണ്. വേക്കൻ്റ് ആണല്ലോ വാക്വം, ശൂന്യതയാണ്. ശൂന്യതയ്ക്കൊരു കരുത്തുണ്ട്, അറിയുമോ? അത് ചുറ്റുവട്ടമുള്ള എല്ലാറ്റിനെയും ആകർഷിച്ചു കൊണ്ടിരിക്കും. ശൂന്യത ഉത്തരത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ചോദ്യം പഠിക്കുക. വാക്വത്തിൻ്റെ കരുത്ത് ഞാൻ കാട്ടിത്തരാം. വാക്വത്തിൻ്റെ കരുത്ത് ഞാൻ കാട്ടിത്തരാം. ഈ ഗ്ലാസ്സിലെ വെള്ളം എൻ്റെ കയ്യിൽ നിൽക്കുന്നു. ഈ ഗ്ലാസ്സിലെ വെള്ളം എൻ്റെ കയ്യിൽ കമിഴ്ത്തി വെച്ചാൽ മറഞ്ഞു പോകുന്നില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അത് ഇങ്ങനെ പിടിച്ചാൽ വീണു പോകുന്നില്ല. ഇങ്ങനെ പിടിച്ചാൽ വീണു പോകുന്നില്ല. ഇതെന്തിൻ്റെ കരുത്താണ്? ഇത് വാക്വത്തിൻ്റെ കരുത്താണ്. എൻ്റെ കൈ അമർത്തി വെച്ച് ഞാൻ അല്പം നടുപൊന്തിച്ചപ്പോൾ അതിൽ ചെറിയ ഒരു അല്പം ശൂന്യത ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ശൂന്യത ഈ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ കരുത്ത് കൊണ്ട് ഇത് ടൈറ്റായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇത് വലിച്ചാൽ കിട്ടുന്നില്ല. ഇത് പുറത്തുള്ള വാക്വം. ഈ വാക്വം തന്നെ നമ്മുടെ അകത്തുമുണ്ട്. ആ വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കണം. പഴയ മട്ടിലുള്ള ജീവിതക്രമം ഇനി മുന്നോട്ട് പോവില്ല. നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ പഠിക്കാൻ കഴിവില്ല. കൂട്ടുകാർ താമസിക്കുന്ന ലോഡ്ജിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഷെയർ ചെയ്തിട്ട് താമസിക്കാൻ കൊടുക്കാൻ കാശ് കയ്യിലില്ല. അപ്പോൾ അവൾ പോയി ചോദിച്ചു, ആ വീടിൻ്റെ അടുക്കളയുടെ അറ്റത്ത് അല്പ സ്ഥലമുണ്ടല്ലോ, അടുക്കളയുടെ അട്ടം ആറ്റിക് എന്ന് പറയും. ആറ്റിക്, അതാണ് മലയാളത്തിൽ അട്ടം. ആ വിറക് സൂക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പായിട്ട് കിടന്നോട്ടെ, കുറച്ച് കാശ് തരാം. അപ്പോൾ അതിൻ്റെ കാശും കിട്ടുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു സന്തോഷം. യെസ്. അങ്ങനെ ഈ പുകയൊക്കെ ശ്വസിച്ചുകൊണ്ട് ശ്വാസകോശ പ്രശ്നമായിട്ടും ആ കുട്ടി അവിടെ കിടന്ന് പഠിച്ചു. അവൾ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കനികളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചെളിയും കോരി വീട്ടിലേക്ക് പോകുന്ന കണ്ടപ്പോൾ അയൽവാസികൾ പറഞ്ഞു, ഒരുപാട് പഠിച്ചിട്ട് കുട്ടിക്ക് വട്ടായിപ്പോയി. കാരണം ഇവൾ ചെയ്യുന്നത് കനികളിൽ നിന്ന് കോരിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന പിച്ച് ബ്ലൻഡിൻ്റെ ചളി,
പിച്ച് ബ്ലണ്ട് അയിര്, അത് കോരി തലയിൽ വെച്ചിട്ട് ചളിയിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടിടുക. എന്തൊരു പൊട്ടത്തിയാണിത്. ഒരു ദിവസം പത്രത്തിൽ വാർത്ത വന്നു, ആ കുട്ടിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്ന്. നോബൽ സമ്മാനം കിട്ടിയെന്ന്. അപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിപ്പോയത്. പിച്ച് ബ്ലണ്ട് അയിരിൽ നിന്ന് യുറേനിയം എന്ന് പറയുന്ന ഒരു മൂലകത്തെ ലോകത്തിൽ ആദ്യമായി സമ്പുഷ്ടീകരിച്ച് കണ്ടുപിടിച്ച മേഡം ക്യൂരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ പിന്നെയും അവിടെ നിന്നില്ല. അവളുടെ ഭർത്താവ് പിയരി ക്യൂരിയുടെ കൂടെ അവിടെ നിൽക്കാതെ യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ച് അതിൻ്റെ അകത്തുനിന്ന് റേഡിയം കണ്ടെത്തി. പിന്നെയും കിട്ടി നോബൽ സമ്മാനം. ആ റേഡിയമാണ് ആറ്റം ഘടിച്ച് ആറ്റോമിക് എനർജിയുടെ അടിത്തറയായി മാറിയത്. ആ റേഡിയത്തിൻ്റെ കണ്ടുപിടുത്ത റേഡിയോ അല്ല. പ്രകൃതിയിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് കോടാനുകോടി വർഷം ഈ ഭൂമിയിൽ സസ്യങ്ങളും ജന്തുജാലങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വസ്ത്രത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വീടിൽ താമസിക്കുന്ന ഗുഹകളിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നോ അത് തന്നെയായിരുന്നു എല്ലാ കാലവും. അവർക്ക് ഓരോ ദിവസവും പ്ലസ് ചെയ്തിരുന്നില്ല. നമ്മൾ മനുഷ്യൻ ഇന്നലെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും നേടിയിട്ടില്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്താണ് നേടേണ്ടത്? നേടേണ്ടത് ഭൗതിക സമ്പത്താണോ? മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ എന്താ? ഭൗതികമായതാണോ അവൻ്റെ മാനസികമായതാണോ മനുഷ്യനെന്ന് പറയുന്നത്? മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് അവന് അകവും പുറവും ഉണ്ട് എന്നതുകൊണ്ടാണ്. താൻ നായയാണെന്നറിയുന്ന ഒരു നായയും ലോകത്തില്ല. ഉണ്ടോ? ആനക്കറിയുമോ തൻ്റെ പേര് ആനയാണെന്ന്? ഒരു മൃഗത്തിനും താൻ ആരാണെന്നറിയില്ല. തൻ്റെ ദേശമേതാണ്, താൻ ജീവിച്ചിരിക്കുന്ന കാലം ഏതാണെന്നറിയില്ല. എന്നാൽ മനുഷ്യന് താൻ ആരാണെന്നറിയാം. തൻ്റെ പേരെന്താണ്, താൻ എവിടെയാണ് ഈ പ്രപഞ്ചത്തിൽ. നമുക്കൊരിടമുണ്ടല്ലോ, അതെവിടെയാണെന്നറിയാം. നമുക്ക് എവിടെയാണെന്നറിയാം. എവിടുന്ന് നമ്മൾ വന്നെന്നറിയാം. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്ക് പോണു ഞാൻ എന്നറിയാം നമുക്ക്. അതറിയണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, അതാണ് ദർശനം നൽകണേ മിശിഹായേ. ആ പാട്ടിൻ്റെ അല്ലേ? ആ ദർശനം നൽകണേന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു തരണമെന്നല്ല, മിശിഹയെ എന്നെ കാട്ടിത്തരണമെന്നല്ല, ദർശനം നൽകണേ. കാഴ്ചപ്പാട്, ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാക്കി തരണേന്നാ മിശിഹായെ. ജീവിതത്തെ പറ്റിയിട്ടുള്ളൊരു ദർശനം, ഫിലോസഫി തരണേ മിശിഹായെ എന്നാണ് ചോദ്യം. അതിന് വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ. എന്നാ ഇപ്പോ എവിടെ നിന്നെത്തി എന്നറിവീല, ഏതാണ് ലക്ഷ്യമെന്നറിവീല, മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ. അല്ലേ? ഈ സുഖത്തിൻ്റെ പുറകെ പോയിട്ട് മനുഷ്യജീവിതത്തിൻ്റെ ഫിലോസഫി നഷ്ടപ്പെട്ടു പോകുന്ന വിഡ്ഢികളാവുന്നു നമ്മൾ. സുഖമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ പ്ലസ് ആവണം. എന്താണ് പ്ലസ്? കാലദേശങ്ങളുടെ ബന്ധനാണ്. ഈ പ്ലസ് എന്ന ചിഹ്നത്തിന് വിലങ്ങനെ ഒരു വര, താഴോട്ടൊരു വര, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ. അതിനൊരു പ്രതീകമുണ്ട്. നമ്മൾക്ക് ഒരു സമൂഹം ഒരുപാട് പ്രതീകങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ട്യൂബിൻ്റെ പ്രതീകമായിരുന്നല്ലോ വിരല്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന, സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന താലി ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണെന്നറിയാമോ? താലി ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രതീകമാണ് താലി. ആലിലത്താലിയല്ല, ഭർത്താവിൻ്റെ ഹൃദയം. ഒരു വിവാഹമെന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങൾ ചേരലല്ല, രണ്ട് ഹൃദയങ്ങൾ ചേരലാണ്. അപ്പോൾ ഭർത്താവ് തൻ്റെ ഹൃദയം മൂല്യമുള്ള സ്വർണമാക്കിയിട്ട് ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് നൂല് കെട്ടി കഴുത്ത് കെട്ടുന്നു എന്ന് മാത്രം. ഈ പ്രതീകം അറിയാത്ത വിഡ്ഢികളാണ് എന്ത് ചെയ്യുന്നത്? വലിയ മാല വാങ്ങിയിട്ട് താലി അയിമ കോർക്കും. അപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയം ഭാര്യൻ്റെ ഹൃദയത്തിൻ്റെ നേരെയാ നിൽക്കണ്ടേ. ഭൂരിപക്ഷം ഭർത്താക്കന്മാരുടെ ഹൃദയവും ഭാര്യയുടെ ഉദരത്തുമല്ല ഉള്ളത്. ഇതിൻ്റെ പ്രതീകം അറിയാത്തോണ്ടാ.
അതുപോലെ ഈ പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ്? കാലദേശങ്ങൾ ചേരുന്നതാണിത്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പ്രത്യേകതകൾ കൂടിച്ചേരുന്ന ആ മധ്യബിന്ദുവാണ് ഞാനും നമ്മുടെ കുട്ടികളും. എങ്ങനെ? ഞാൻ തെളിവ് തരാം. എൻ്റെ ഷർട്ടിൽ പ്ലസ് ഉണ്ടാകുന്നത് അതിൻ്റെ നൂല് ഊടും പാവുമായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കൊണ്ടല്ല. ഈ ഷർട്ട് എന്ന ആശയം കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, കാലമല്ലേ. കാട്ടാളിൽ നിന്നും മനുഷ്യനിലേക്ക് മാറിയപ്പോൾ, അവൻ ആദ്യം മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്ക് മാറിയപ്പോൾ നാണം വന്നപ്പോൾ, ആദ്യം ത്രികോണാകൃതിയിലൊരു തുണി കൊണ്ട് നാണം മറച്ചപ്പോൾ, ആ 3 കോണിനകത്തായത് കൊണ്ടാണ് അതിന് കോണകം എന്ന് പേര് വന്നത്. 3 കോണിനകത്താണ് കോണകം. വാക്കുകൾ വന്നത് വെറുതെയല്ല. ആ കോണകം മുതൽ എത്ര ടെക്സ്റ്റൈൽ തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ, ഫാഷൻ ടെക്നോളജി വിദഗ്ധന്മാർ, ടൈലർമാര് അധ്വാനിച്ച് കാലത്തിലൂടെ കൊണ്ടുവന്നതാണ് എൻ്റെ ഷർട്ട്, അല്ലേ? കാലത്തിൻ്റെ വൈ ആക്സിസ് അതിലുണ്ട്. ഈ തുണി, ഈ ഷർട്ടിൻ്റെ തുണി എൻ്റെ വീട്ടിൽ കൃഷി ചെയ്തതല്ല. ഉത്തരേന്ത്യയിലെ ചമ്പാരനിലെ പരുത്തി കർഷകർ കൃഷി ചെയ്ത പരുത്തിച്ചെടിയുടെ പൂക്കൾ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് അത് പശയിൽ മുക്കി നൂലാക്കി ചായത്തിൽ മുക്കി കൊണ്ടുവന്നിട്ട് കോയമ്പത്തൂര് മഫത്ലാൽ കമ്പനിയിൽ നിന്ന് നെയ്തെടുത്തതാണ് എൻ്റെ കുപ്പായത്തിൻ്റെ തുണി. ഇത് ദേശത്തിലൂടെ വന്ന എക്സ് ആക്സിസ്. അപ്പോൾ എൻ്റെ ഷർട്ടിൽ കാലത്തിൻ്റെ വൈ ആക്സിസ് ഉണ്ട്, ദേശത്തിൻ്റെ എക്സ് ആക്സിസ് ഉണ്ട്. അതാണ് പ്ലസ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ക്ലാസ് പ്ലസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ മലയാള ഭാഷയിലാണ് ക്ലാസ് എടുക്കുന്നത്. മലയാള ഭാഷ കണ്ടുപിടിച്ച് ഞാനല്ല, എൻ്റെ അച്ഛനല്ല, എഴുത്തച്ഛനുമല്ല. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും എഴുത്താണിത്തുമ്പിലൂടെ, നാരായത്തുമ്പിലൂടെ, തൂലികത്തുമ്പിലൂടെ, പേനത്തുമ്പിലൂടെ, നാവിൻ തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ. അത് കാലത്തിൻ്റെ വൈ ആക്സിസ് എൻ്റെ ക്ലാസ്സിലുണ്ട്. ഞാനത് നിങ്ങളോട് പറയുന്ന എൻ്റെ ശബ്ദോർജം. ഈ ശബ്ദോർജം ദേശത്തിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. ഏത് ദേശത്തിൽ നിന്ന്? ആന്ധ്രാപ്രദേശത്തിൽ. ആന്ധ്രാപ്രദേശത്തിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ സൗരോർജമാണ് എൻ്റെ ശബ്ദോർജം. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന അരി അഷ്റഫ് ഖാന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് രാവിലെ ചുട്ട 3 പത്തല് ഞാൻ തിന്നതിൻ്റെ ഊർജമാണ് എൻ്റെ തൊണ്ടേന്ന് കേൾക്കുന്ന ഈ ശബ്ദം. അപ്പോൾ എൻ്റെ ക്ലാസ് പ്ലസ് ആവുന്നത് ഭാഷ കാലത്തിലൂടെ വന്നതാണ്, എൻ്റെ ശബ്ദോർജം ദേശത്തിലൂടെ വന്നതാണ്. പ്ലസ് എന്താന്ന് പിടികിട്ടിയോ? കാലത്തെയും ദേശത്തെയും അതിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും അനുഭൂതിയെയും അതിൻ്റെ അറിവിനെയും അതിൻ്റെ സ്വപ്നങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവൻ മാത്രമാണ് എ പ്ലസ് ആവുന്നവൻ. അല്ലാതെ പരീക്ഷയിൽ ഓർമ്മശക്തിയിൽ മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം താൽക്കാലികമാണത്. താൽക്കാലിക അഡ്മിഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം എന്തെന്നറിയില്ല. അങ്ങനെ ജീവിതം എന്തെന്നറിയണമെങ്കിൽ വളർത്തേണ്ടത് നിങ്ങളുടെ മക്കളുടെ ശരീരത്തെയല്ല. ശരീരത്തെ വളർത്താൻ രക്ഷിതാക്കളെ നിങ്ങൾ സുന്ദരമായ വീടുണ്ടാക്കി ആ വീട്ടിൽ നല്ല ബെഡ് വാങ്ങിയിട്ടിട്ടുണ്ട്. അവനെ ഉറക്കാൻ, അവൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്. പണ്ടത്തെ മാതിരിയല്ല, നല്ല ഭക്ഷണമല്ലേ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഒരേ കറിയായിരിക്കും. നല്ല ഭക്ഷണമില്ല, നല്ല വസ്ത്രമില്ല. സ്കൂൾ പൂട്ടിയാൽ ഇതിലെ വള്ളിയുള്ളൊരു ട്രൗസർ ഉണ്ട്. ഈ ട്രൗസറിൻ്റെ പിൻഭാഗം ഓട്ടയായിരിക്കും. അതിൻ്റെ കാരണം ഞങ്ങൾ അന്നത്തെ പ്രധാനപ്പെട്ട കളി പാളയിലിരുന്ന് വലിക്കല. പാള കീറുമ്പോൾ ട്രൗസറും കീറും. വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മളെ കാണാൻ വിളിച്ച സ്റ്റാൻഡേർഡ് ടീസായിട്ട് നിൽക്കും, ഓട്ട പൊത്തണ്ടേ. ഇന്ന് എന്തായാലും എത്ര ഡ്രസ്സാണ് നമ്മുടെ മക്കൾക്ക്, അല്ലേ? അവൻ്റെ ശരീരത്തെ പൊതിയാൻ. ഞാൻ കണ്ണവം മാനന്തവാടിയിലേക്ക് പോകുന്ന, തലശ്ശേരിയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ണവം ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള തൊടീക്കളം ഗ്രാമത്തിലാണ്. അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ SSLC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കരണ്ടില്ല.
ചിമ്മിണി വിളക്ക് വെച്ചിട്ടാണ് പഠിച്ചേ. ചിമ്മിണി വിളക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടവിളക്കല്ല കേട്ടോ. അന്ന് ഈ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ പെന്ന് വരുന്നേ ഉള്ളൂ. മഷി നരിക്കുന്ന നിബ് പെന്ന. അതിന് വേണ്ടിയിട്ട് ക്യാമലിൻ്റെ ബ്രില്ലിൻ്റെ മഷിക്കുപ്പി കൊണ്ടേക്കും. മഷിക്കുപ്പി കാലിയായാൽ അതിൻ്റെ മൂടി കാണിയടി ചോട്ടയാക്കിയിട്ട് അച്ഛൻ്റെ പഴയ കോട്ടം കൊണ്ട് ചീന്തി തിരിയാക്കി മണ്ണെണ്ണ ഒഴിച്ച വിളക്ക. ഇതും വെച്ച് മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നു, ദേഷ്യം വരും. കാരണം ഈ ചിമ്മിണി വിളക്കിനൊരു തോന്നിയവാസമുണ്ട്, അനുഭവിച്ചവർക്കറിയാം. ഇത് മുന്നിൽ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ ഇരിക്കുന്ന ആ ഭാഗത്തേ പുക വരൂ. അപ്പുറത്തിരുന്നാൽ പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്നാൽ പുക ഇങ്ങോട്ട് വരും. എറിഞ്ഞ് പൊളിക്കാൻ തോന്നും. എന്താ നമ്മളോട് ഇത്ര വിരോധമെന്ന് പിന്നെ മനസ്സിലായത്. ശ്വാസോച്ഛ്വാസത്തിൻ്റെ ചലനമുള്ള വായുവിൽ മർദ്ദം കുറയും. ചലനമുള്ള വായുവിൽ മർദ്ദം കുറയുമ്പോൾ ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കുന്നത് കൊണ്ടാണ് പുക ഇങ്ങോട്ട് വരുന്നതെന്ന് പിന്നെ അതിൻ്റെ ശാസ്ത്രം പഠിച്ച് ദേഷ്യം വരും. എന്നാൽ ഇന്നത്തെ കുട്ടികൾ CFL LED ബൾബുകൾ എത്രയാണ് പുറത്ത് വെളിച്ചം. ശരീരത്തിന് ആവശ്യമായതെല്ലാം നമ്മൾ ഒരുക്കി കൊടുത്തു. അവൻ്റെ മനസ്സിനോ? അതാണ് ചോദ്യം. അവൻ്റെ വികാരങ്ങൾക്കോ അവൻ്റെ ചിന്തകൾക്ക് ആവശ്യമായത് എന്തൊക്കെ ഒരുക്കി കൊടുത്തോ? ഇതാണ് ചോദ്യം. അവൻ്റെ മനസ്സിനെ വളർത്താൻ നിങ്ങൾ എന്തു ചെയ്തു എന്നാ ചോദ്യം. പാഠപുസ്തകം മാത്രം, ഞാൻ പറഞ്ഞല്ലോ 1000-1 പാഠപുസ്തകത്തിലുള്ളൂ. നിങ്ങളറിയണം, സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്ത കണക്ക് തെറ്റാണെന്ന് തെളിയിച്ചൊരു മഹാനുണ്ട് കേരളത്തിൽ. ആ മഹാനാണ് അയാളാണ് കേരളത്തിൽ കണക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഐക്യമുള്ള ആള്. 1 1 2 എന്ന ആ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കൊടുക്കല്. എന്നാൽ 2 പുഴ ഒന്നിച്ചു ചേർന്നപ്പോൾ ഒരു പുഴ അങ്ങന്ന് വരുന്നു, ഒരു പുഴ ഇങ്ങന്ന് വരുന്നു. 2 പുഴയും ചേർന്നപ്പോൾ 2 പുഴ പിന്നെ ഉണ്ടാകുന്നില്ല, വലിയ പുഴയെ ഉണ്ടാകുന്നുള്ളൂ എന്ന സത്യം കണ്ടെത്തിയ ആള് ഈ ജൂലൈ 5-ന് മരണപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ. 1 1 കൂട്ടിയാൽ ഇമ്മിണി വലിയൊന്ന് എന്ന് കണ്ടെത്തിയതാണല്ലോ കേരളത്തിൽ ഏറ്റവും ഐക്യു ഉള്ള മാത്സ്. അതാണ്. അത് കണ്ടെത്താൻ പാഠപുസ്തകം മാത്രം പോരാ. പാഠപുസ്തകം മാത്രം പോരാ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വീട്ടിലെത്തിയിട്ട് അമ്മയോട് ചോദിക്കുക, അമ്മേ 1 2 വലുത് 2 വലുത്? മാഷ് പറയാ 1-നേക്കാൾ വലുത് 2 ആണെന്ന്. 1-നേക്കാൾ വലുത് 2 ആണെന്ന്. ആ അതല്ലേ മാഷ് പറഞ്ഞല്ലേ ശരി. അപ്പൊ അമ്മേൻ്റെ മൂത്തം 1-ാമത്തെ മോനാരാ? നിന്റെ ഏട്ടൻ. 2-ാമത്തോ നീ? ആരാ വലുത്? ഏട്ടനല്ലേ. അപ്പൊ വീട്ടിലെത്തുമ്പോൾ 1-ആ വലുത്, സ്കൂളെത്തുമ്പോൾ 2-ആ വലുത്. അതെന്ത് കണക്കാമേ? അത് ചോദിച്ച കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കണ്ടേ? വീട്ടിലെത്തുമ്പോൾ 1-ആ വലുത്, സ്കൂളിലെത്തുമ്പോൾ 2-ആ വലുത്. അതെന്താ അത്? എന്തിന് ഈ ഇത്രയും ബുദ്ധിയുള്ള കുട്ടികളെ നിങ്ങൾ ഈ A+, ഫുൾ A+ എന്നതിൽ കെട്ടിപ്പൊട്ടിയിടുന്നു? എന്തൊക്കെ പറയാനുണ്ട്, എന്തൊക്കെ ചോദിക്കാനുണ്ട് കുട്ടികൾക്ക്. അവൻ്റെ ബുദ്ധി മനസ്സാ വളർത്തേണ്ടത്. അതിൻ്റെ സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ശരീരം മൃഗത്തിൻ്റെതാ. നമുക്കും മൃഗത്തിനും ശരീരഘടനയിൽ വ്യത്യാസമുണ്ടോ? മൃഗത്തിനും 2 കണ്ണ്, നമുക്കും 2 കണ്ണ്. മൃഗത്തിനും 2 കാത്, നമുക്കും 2 ചെവി. മൃഗത്തിനും മൂക്കിന് 2 ദ്വാരം, നമുക്കും മൂക്കിന് 2 ദ്വാരം. മൃഗത്തിനും ചോരക്ക് നിറം ചോപ്പ്, നമുക്കും ചോരക്ക് നിറം ചോപ്പ്. മൃഗത്തിനും അസ്ഥിക്ക് നിറം വെള്ള, നമുക്കും അസ്ഥിക്ക് നിറം വെള്ള. മൃഗങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. എന്താ വ്യത്യാസം? ശരീരം കൊണ്ട്, അനാട്ടമി കൊണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം? കുട്ടികളോട് ചോദിച്ചാൽ, സ്കൂളിൽ പോയാൽ കുട്ടികളോട് തന്നെ പറയും 3 വ്യത്യാസം. 1, മൃഗത്തിന് കൊമ്പുണ്ട്, നമുക്ക് കൊമ്പില്ല. മൃഗത്തിന് വാലുണ്ട്, നമുക്ക് വാലില്ല. മൃഗത്തിന് 4 കാലുണ്ട്, നമുക്ക് 2 കാലാണ്. ഈ 3 വ്യത്യാസം അറിയാം. ഞാനപ്പോൾ കുട്ടികളോട് ചോദിക്കും, എല്ലാ മൃഗത്തിനും കൊമ്പുണ്ടോ? കൊമ്പുള്ള മൃഗമുണ്ട്, കൊമ്പില്ലാത്ത മൃഗമുണ്ട്. നമ്മൾ കൊമ്പില്ലാത്ത മൃഗ, അത് വ്യത്യാസമല്ല. എല്ലാ മൃഗത്തിനും വാലുണ്ടോ? വാലില്ലാത്ത ചിമ്പൻസിയില്ലേ, ഒറാങ്കുട്ടനില്ലേ, ഗൊറില്ലയില്ലേ? അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് നമുക്കും വാലില്ല എന്നേ ഉള്ളൂ. അല്ലാതെ വാലില്ലാത്തതാണോ വ്യത്യാസം? അല്ല. കാല്, കുട്ടികളോട് ചോദിക്കും, ഇവിടെ ആരെങ്കിലും ആദ്യം തന്നെ 2 കാലിൽ നടന്നവരുണ്ടോ? നമ്മളെല്ലാം ആദ്യം നടന്ന 4 കാലിലായിരുന്നു. പിന്നീട് ജംബോ സർക്കസിലെ ആന 2 കാല് ഉയർത്തി കയ്യാക്കി പിടിച്ച പോലെ നമ്മളും പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിച്ചു, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ചതാ. നമുക്കും 4 കാലാ. കാലെന്ന വാക്കുണ്ടായത് 4 കൊണ്ടാ. നിങ്ങൾ ഇരിക്കുന്ന കസേരക്ക് 4 കാലാണ്, ടീപ്പോയ്ക്ക് 4 കാലാണ്, മേശക്ക് 4 കാലാണ്, ബെഞ്ചിന് 4 കാലാണ്. 4 മൂലക്ക് കാലില്ലേ നിൽക്കില്ല. കാല് 4 ഒരു സെറ്റാണ്. അപ്പൊ ഒരു കാല് 4-ൽ 1ആണ്. 4-ൽ 1 കണക്കിന്റെ ടീച്ചർ പഠിപ്പിച്ചത് 1/4, 1/4. 1/4 അല്ലേ കാല്. കാലിന് കാലെന്ന് പേര് വന്നത് 4-ൽ 1 ആയോണ്ടാ. കാലും കാലും കൂട്ടിയാൽ അരയാണ്.
ഇതാ എൻ്റെ ഒരു കാല് പ്ലസ് മറ്റേ കാല് സമം ഇതല്ലേ അര. രണ്ട് കാല് കൂട്ടുന്ന കൊണ്ടാണ് അരയായത്. വാക്കുകൾ വന്നതിനൊരു കാരണമുണ്ട്. എൻ്റെ നാട്ടിൽ ഈ സാധനത്തിന് പറയാ ബറതാങ്ങി എന്നാ. ബറതാങ്ങി പ്രസംഗിക്കുന്ന ആൾക്ക് വിറക്കുന്നുണ്ടെങ്കിൽ താങ്ങി പിടിക്കുന്നത് കൊണ്ട് ബറതാങ്ങി. ഈ ഹാളിൻ്റെ ചുമരിന് ചുമരെന്ന് പേര് വരാൻ കാരണമുണ്ട്. വെറുതെ ഒരു ചുമർ എന്ന വാക്കുണ്ടായതല്ല. മേൽക്കൂരിയെ ചുമന്ന് നിൽക്കുന്നതാണ് ചുമര്. ദോശക്ക് ദോശ എന്ന് പേര് വരാൻ വെറുതെ ഇട്ടതല്ല പേര്. ദോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഹിന്ദിയിൽ. തട്ടിലൊഴിക്കുമ്പോഴും മറിച്ചിടുമ്പോൾ ദോശ, അങ്ങനെയാണ്. അതാണ് ഇത്. ഞാനൊരു സ്കൂളിൽ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് ചോദിക്കുക, എന്നാൽ പൊറോട്ടക്ക് എങ്ങനെയാണ് പൊറോട്ട എന്ന് പേര്? പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല പൊറോട്ടയാണ്, ഉയർത്തിപ്പിടിച്ചു നോക്കുക, അതിൻ്റെ 2 പൊറോട്ടയായോണ്ടെന്ന് പറഞ്ഞു. അല്ലേ? പുതപ്പിനെങ്ങനെ പുതപ്പ് എന്ന് പേര് വന്നു? നിങ്ങൾ പുതച്ചാ ഒന്ന് മറിഞ്ഞു കിടക്കുമ്പോൾ പുതപ്പങ്ങ് പോവും. തണുപ്പ് വരുമ്പോൾ ടോർച്ചടിച്ച് നോക്കുവോ? കൊതുകടിക്കുമ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുവോ? കൈകൊണ്ട് കാലുകൊണ്ട് തപ്പും, പിന്നെയും പോവും. തപ്പ് പോ തപ്പ് പോ തപ്പ് പോ തപ്പ്. വാക്കുകൾ വെറുതെ ഉണ്ടാവുന്നില്ലെന്നർത്ഥം. മനുഷ്യനും നാൽക്കാലിയാണ്. അപ്പോൾ വാലും കാലും കൊമ്പും കൊണ്ട് നമ്മൾ വ്യത്യസ്തരല്ല. ശരീരം കൊണ്ട് നമ്മൾ മൃഗങ്ങളെക്കാൾ താഴെയാണെന്ന് ഓർമ്മിപ്പിക്കുക മക്കളെ, ഓർമ്മിപ്പിക്കുക. കാരണം ഒരു മൃഗവും മാസ്ക് ഇട്ടിട്ടില്ല, എന്നിട്ട് ഒന്നിനും കോവിഡ് വന്നിട്ടില്ല. മഴ കൊണ്ടിട്ട് ഒന്നിനും ജലദോഷവും വൈറൽ ഫീവറും വരുന്നില്ല, നമുക്ക് വരുന്നു. പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടും. നിങ്ങൾ ആരെങ്കിലും പ്രസവിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ടോ? 6 മാസം കഴിഞ്ഞു കമിഴ്ന്ന് കിടക്കാൻ. LKGയിൽ അംഗൻവാടിയിൽ അയക്കുമ്പോൾ 3 വയസ്സ്, 3ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടൊരമ്മയാണ്, മുലയൂട്ടുന്ന അമ്മ. നമ്മളെ കുട്ടിയോ? പശുവിന് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം എന്തെങ്കിലും നല്ലതാണോ? പശുവിനെ കറന്ന പാല് കൊണ്ട് പാൽപ്പായസം വെച്ചിട്ട് 1 ഗ്ലാസ് പാൽപ്പായസം പശുവിന് കൊടുക്കാറുണ്ടോ? കൊടുക്കും ചില ആളുകൾ. ബാക്കി വന്നിട്ടുണ്ട് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെക്കും. തീരെ പുളിച്ച പശുവിന്. നല്ലൊരു വെള്ളരിക്ക ഇതുവരെ ആരും പശുവിന് കൊടുത്തിട്ടുണ്ടോ? വെള്ളരിക്ക കെട്ടാ പശുവിന്. ചോറ് പുളിച്ചാൽ, കറി നാറിയാൽ, കെട്ടത് നാറിയത് പുളിച്ചതെല്ലാം പശുവിന്. എന്നിട്ട് പശുവിൻ്റെ ചാണകം നമുക്ക് കൈകൊണ്ട് വാരി കൃഷിക്കിടാൻ ഒരു മടിയില്ല. ആ ചാണകം വേണം. അമ്പലത്തിലെ ഉത്സവത്തിന് ശുദ്ധികർമ്മത്തിന് ചാണകം വേണം. സിമൻറ്റ് വരുന്നതിന് മുമ്പ് മലയാളിയുടെ വീടിൻ്റെ അകം ശുദ്ധി ചെയ്തത് ചാണകം കൊണ്ടായിരുന്നു. ചാണകം ഉണക്കി കത്തിച്ചതാണ് നെറ്റിയിൽ തൊടുന്ന ഭസ്മം. കൊടുക്കുന്നതെല്ലാം, അതിൻ്റെ ഇൻപുട്ടെല്ലാം വൃത്തികെട്ടതാണ്, അതിൻ്റെ ഔട്ട്പുട്ട് വൃത്തിയാക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്നതെല്ലാം വൃത്തിയുള്ളതാണ്. നമ്മുടെ ഇൻപുട്ട് എത്ര വൃത്തിയായാലും ഔട്ട്പുട്ട് എന്തെങ്കിലും തളിക്കാൻ പറ്റിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ വളർത്തണ്ടേ ആലോചിക്കുക. ശരീരത്തെ വളർത്തുന്ന മൃഗങ്ങളാവരുത് രക്ഷിതാക്കൾ. മനസ്സിനെ വളർത്തുന്ന മനുഷ്യരാവുക. ആ മനസ്സിനെ വളർത്തുമ്പോൾ 7 കാര്യങ്ങൾ വളരാനുണ്ട്. അതിലൊരു കാര്യം മാത്രമേ സ്കൂളിൽ നിന്ന് വളരൂ. ആ കാര്യം ഇൻ്റലിജൻസ് ക്വഷ്യൻ്റ്, IQ ആണ്. IQ ആണ് സ്കൂളിൽ നിന്ന് വളരുന്നത്. ബാക്കി 6 കാര്യം നിങ്ങൾ വളർത്തേണ്ടതാണ്. ആ 6 കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. ഇത്രയാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ആമുഖം. ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. എന്താ? ഓക്കെ. ഈ 7 Q ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക്. അതാണ് വ്യക്തിത്വ പൂർണ്ണത എന്ന് പറയുന്നത്. ആ 7 Q എന്താന്ന് നോക്കാം. IQ ഞാൻ പറഞ്ഞു, സ്കൂളിൽ നിന്ന് കുട്ടികൾ പാഠപുസ്തകങ്ങളിലൂടെ ടീച്ചർമാരുമായിട്ടുള്ള ഡിസ്കഷനിലൂടെ, ചോദ്യം ചോദിക്കലിലൂടെ, ഉത്തരം കണ്ടെത്തലിലൂടെ, ഉത്തരം പഠിക്കലല്ല ഉത്തരത്തിലെത്തണം. IQ ആയി മാറണമെങ്കിൽ ഓർമ്മശക്തിയും IQയും രണ്ടും രണ്ടാണ്. ഓർമ്മശക്തിയും IQയും ഒന്നല്ല. ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് ഓർമ്മശക്തി നന്നായിട്ടുണ്ടാവും, പക്ഷെ IQ ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ? ഞാൻ ഉദാഹരണം പറയാം. ഈ ടാനെ കോസ് എന്ന് പറഞ്ഞൊരു കണക്ക് പഠിച്ചു നമ്മൾ സ്കൂളിൽ നിന്ന്. എന്തിനാ ഇത് പഠിച്ചതെന്ന് ഇതുവരെ എനിക്ക് പിടിയിട്ടില്ല. ജീവിതത്തിൽ എന്താ അതിന് ഉപകാരമെന്ന് എനിക്ക് ബോധ്യമായിട്ടില്ല. അത് തുടർന്ന പഠനത്തിന് വേണ്ടി വരും. അത് ജീവിതവുമായി കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ, ആവശ്യാധിഷ്ഠിതമായിട്ട് അറിവിനെ മാറ്റുമ്പോൾ മാത്രമേ IQ ആവുന്നുള്ളൂ. അതാണ് ജീവിതവുമായി കണക്ട് ചെയ്യണ്ടേ. അങ്ങനെ IQ, ഞാനൊരു ഉദാഹരണം പറയാം. തേനുണ്ടാക്കുന്നത് ആരാ? തേനീച്ചയല്ല. ഇതുവരെ തേനീച്ച ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്ക് മാത്രമേ കഴിയൂ. ഈ ഭൂമിയിൽ കോടാനുകോടി പൂക്കളിലും തേനുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനും കോടിക്കണക്കിന് വർഷം ഈ ഭൂമിയിൽ പൂക്കളുണ്ട്, തേനുണ്ട്. ആ തേനെല്ലാം തേനീച്ച കുടിക്കുന്നില്ല.
എന്നിട്ടും ആ തേന് എല്ലാം ഭൂമിയിൽ, പൂക്കളുടെ കൂടെ ഭൂമിയിൽ തൂവിപ്പോയിട്ടും എന്തേ ഭൂമിക്ക് മധുരമില്ലാത്തത്? തേന് 2 ദിവസം കൊണ്ട് കിട്ടുമോ? 2 ദിവസമേ തേന് നിൽക്കൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് ഏറെക്കാലം നിൽക്കുന്നു. ഔഷധ ഗുണമുണ്ട്, അതിന് നല്ല മധുരമുണ്ട്. എങ്ങനെ? പൂവിൽ നിന്ന് തേന് ശേഖരിച്ച തേനീച്ച അത് അപ്പടി തേൻവലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ 2 ദിവസം കൊണ്ട് ആ തേന് കെട്ടുപോകുമായിരുന്നോ? പക്ഷെ തേനീച്ച ആ തേന് ശേഖരിച്ച് തൻ്റെ എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ട് അത് നല്ല ഔഷധമാകുന്നു, മധുരമുണ്ട്, ഏറെക്കാലം നിൽക്കും. പൂവെന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്, തേനെന്ന് പറയുന്നത് അറിവുകളാണ്, തേനീച്ച എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അറിവ് സമ്പാദിച്ചിട്ട് അപ്പടി തലച്ചോറിൻ്റെ മടക്കുകളുടെ വലയിൽ കൊണ്ടുപോയി വെക്കരുത്. ഓർമ്മശക്തിയല്ല, അത് സ്വന്തമായ അനുഭവങ്ങളും സ്വന്തമായ യുക്തിയും സ്വന്തമായ ചിന്തയും സ്വന്തമായ വികാരങ്ങളും ചാലിച്ചിട്ട് അത് സ്വന്തം അറിവാക്കി മാറ്റുമ്പോഴാണ് അത് അവന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് ഒന്നുകൊണ്ടറിയണം, 2ന്റെ ബലാബലം. താൻ അറിയുന്നതുമായി കണക്ട് ചെയ്തിട്ട്, തൻ്റെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് ഓരോ അറിവിനെയും സ്വാംശീകരിക്കാൻ മക്കളെ പഠിപ്പിക്കുക. അപ്പോഴാണ് IQ ഉണ്ടാവുന്നത്. IQ വിടാം, അത് സ്കൂളിൽ മാഷന്മാർക്ക് വിട്ടുകൊടുക്കാം, ടീച്ചർമാർക്ക് വിട്ടുകൊടുക്കാം. അടുത്ത EQ ആണ്. EQ, ഇമോഷണൽ ക്വഷ്യൻ്റ് വേണം കുട്ടികൾക്ക്. എന്താണ് ഇമോഷണൽ ക്വഷ്യൻ്റ്? വൈകാരികമായ പക്വത. എപ്പോൾ ചിരിക്കണം, എപ്പോൾ ചിരിക്കരുത്, എപ്പോൾ കരയണം, എപ്പോൾ കരയരുത്, എപ്പോൾ ദേഷ്യം വരണം, എപ്പോൾ ദേഷ്യം വരരുത് എന്ന് കുട്ടികൾ അറിയണം. ഇതറിയാത്ത തലമുറ വളർന്നു വരിക. ചെറിയ ആവശ്യത്തിന് വലിയ ദേഷ്യം വരുന്നു, എന്നാൽ വലിയ ആവശ്യത്തിന് ഒട്ടും ദേഷ്യമില്ല. പെട്ടെന്ന് ചൂടാവുക. ഈ നാട്ടിലുള്ള സംഭവങ്ങൾ ഇപ്പം നോക്കൂ നിങ്ങൾ. സുഹൃത്തുക്കൾ തമ്മിൽ കത്തിയെടുത്ത് കൊത്തുന്നു, ബോംബെടുത്തെറിയുന്നു. തൻ്റെ കുഞ്ഞിനെ പല്ല് തേക്കാതെ ഭർത്താവ് ചുംബിച്ചു, അതിൻ്റെ പേരിൽ ഭാര്യ വഴക്ക് പറഞ്ഞു. ഉടൻ തന്നെ കൊടുവാളെടുത്ത് ഭാര്യയെ വെട്ടിക്കൊന്നു. മിഞ്ഞാന്നത്തെ പത്രത്തിലെ വാർത്തയാണ്. എന്താ ആലോചിക്കട്ടെ, എന്താ കഥ, എന്താ കാരണം? ടെമ്പർമെന്റ് സ്പീഡാണ്. പെട്ടെന്ന് ദേഷ്യം വരിക. അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലേ കാര്യമില്ലല്ലോ. 7 കടലും കടന്നിട്ട് 10 വർഷം അമേരിക്കയിൽ ജോലി ചെയ്ത സമ്പാദ്യം മുഴുവൻ നാട്ടിൽ അയച്ചു കൊടുത്തു, വെസ്റ്റേൺ യൂണിയനിൽ അയച്ചു കൊടുത്തു, കൊട്ടാര സദൃശമായ വീട് കൊടുത്തു. അങ്ങനെ ഗൃഹപ്രവേശത്തിനതാ അവൻ ആദ്യമായിട്ട് വരികയാണ്. 7 കടലും കടന്ന് ദുബായിൽ വന്ന് അവിടുന്ന് നേരെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൻ്റെ മുന്നിലെ തോട്ടിൽ ഒലിച്ചുപോയി. കാര്യമുണ്ടോ? വീട്ടിൻ്റെ മുന്നിലെ തോട്ടിൽ ഒലിച്ചുപോയി. 7 കടലും കടന്നിട്ടാ വരുന്നത്, പക്ഷെ വീട്ടുമുറ്റത്തെ തോട്ടിൽ ഒലിച്ചു പോയിട്ട് കാര്യമില്ല. അതുപോലെയാണ് എല്ലാം പഠിച്ചു. അവസാനം ഒരു ചെറിയ നിമിഷ നേരത്തെ വികാര കൊണ്ട് അവന്റെ ജീവിതം തകർന്നില്ലേ? ആ കുട്ടി അനാഥമായില്ലേ? അവന്റെ കുട്ടി, ആ മുത്തം കൊടുത്ത കുട്ടി അമ്മയില്ലാതെ കുട്ടിയായി, അച്ഛൻ ജയിലിലുമായി, ജീവിതം തകർന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിശക്തി മാത്രം പോരാ, വൈകാരികമായ പക്വത വേണം. ഇതാരുണ്ടാക്കി കൊടുത്ത? വൈകാരിക പക്വത ഉണ്ടാക്കാൻ ആരംഭിച്ചത് അവൻ ജനിക്കുന്നതിന് മുമ്പാണെന്ന് നിങ്ങൾ അറിയുക. ജനിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ താളബോധം, ഒരു താളബോധമുണ്ട്. നടത്തത്തിനൊരു താളമുണ്ട്, ഭക്ഷണത്തിനൊരു താളമുണ്ട്. താളബോധങ്ങളുടെ പൊരുത്തമാണ്. എൻ്റെ താളവും നിന്റെ താളവും നമ്മുടെ താളമാക്കാൻ അറിയുമ്പോഴാണ് കുട്ടിക്ക് സാമൂഹ്യ ബന്ധമുണ്ടാകുന്നത്. അതിലേക്ക് ഞാൻ വരാം. എങ്ങനെയാണ് താളബോധം രൂപപ്പെടുന്നത്? കണ്ണ് തുറക്കുന്നത് ജനിച്ചാലാണ്, കാതും മൂക്ക് കൊണ്ട് മണക്കുന്നത് ജനിച്ചാലാണ്, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നത് ജനിച്ചാലാണ്. പക്ഷെ കാത് മുളക്കുന്നതോ ജനിക്കുന്നതിന് മുമ്പാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കും 5-ാം മാസം കാത് മുളക്കും കുട്ടിക്ക്. ആ സമയത്ത് കേൾക്കുന്ന താളമാണ് അവൻ്റെ താളം. അതുകൊണ്ട് പഴയ തലമുറയിൽപ്പെട്ട അമ്മമാര് ഗർഭിണികളോട് അധ്വാനിക്കാൻ പറഞ്ഞിരുന്നത് എന്തിനാ? അമ്മിയിലിട്ട് അരക്കാൻ പറഞ്ഞത്, ഉരലിട്ട് കുത്താൻ പറഞ്ഞത് കീറില്ലാത്ത പേറിനല്ല, സിസേറിയൻ ഒഴിവായി കിട്ടാൻ വേണ്ടി മാത്രമല്ല. ആ താളം കുട്ടി കേൾക്കുന്നുണ്ട്, ആ പാട്ട് കുട്ടി കേൾക്കുന്നുണ്ട്. അമ്മിയുടെ താളം കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ, ഉതിർമണി ഒന്നു കോറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ. ഊഞ്ഞാലിൻ്റെ താളം
അത് കുട്ടിക്കറിയുന്നു. നെല്ല് കുത്തുന്ന താളം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണെടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ല് കുത്തലാണെടോ. നെല്ല് കുത്തലെങ്ങനാടി മോതിരക്കൂറത്തി, നെല്ല് കുത്തലിങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ. ഈ താളം കേട്ട കുട്ടിക്ക് പഴയ പാട്ടിഷ്ടാണ്, പക്വതയുണ്ട്. ഇന്ന് ആരെങ്കിലും അമ്മിയിലിട്ടരക്കോ, ഒരലിട്ട് കുത്തുവോ? ഡോക്ടറെ കാണിക്കാൻ പോയാൽ ഉടനെ ഡോക്ടർ പറയും അനങ്ങരുത്, ബെഡ് റെസ്റ്റാണ്. അങ്ങോട്ട് നല്ല ഉഷാറ് പോവും. ഇങ്ങോട്ട് വരുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വൈക്കോലും വണ്ടി വരുമ്പോൾ വരിക, തട്ടാണ്ട് മുട്ടാണ്ട് പേടിച്ചിട്ടാണ് നടക്കുക. കാരണം ഇവർക്ക് പേടിയാ. ഇവള് പെറ്റ കുട്ടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്നു, കത്തിയെടുത്ത് കുത്തുന്നു. കാരണം ഇവൻ കേട്ട താളം അമ്മീൻ്റെ അല്ല, ഒരലിൻ്റെ അല്ല, സ്വിച്ച് ഇടുമ്പോൾ റേസ് ആവുന്ന മിക്സിയാ. ആണ് പുതിയ കുട്ടികളുടെ ടെമ്പർമെന്റ് അല്ലേ? അമ്മിയിലിട്ട് അരച്ച അമ്മ പെറ്റ മോനോട് കാനന ചായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അവന്റെ മറുപടി അമ്മിയുടെ താളത്തിലാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പോറ്റി വലുതാക്കി അച്ഛൻ അമ്മയൊന്നും മറക്കരുത്. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ. എന്നാൽ മിക്സിയുടെ താളമുള്ള കുട്ടിയവനോട് ഇന്നൊരു കുട്ടി ഇതേ ചോദ്യം ചോദിക്കുന്നു, ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേയ്ക്കാൻ കാടിനുള്ളിൽ. മറുപടി ഒരു പുന്നാരേ ഒരു പുന്നാരേ. കാലത്തിന്റെ താളം മാറുന്നതിന് കണക്കായി പാട്ടിറങ്ങിയില്ലേ? അവന്റെ വൈകാരികമായ ശേഷി. കരയണം, നമ്മുടെ മക്കൾ കരയണം. എപ്പോ? മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് അവൻ കരയുന്നത് കണ്ടാൽ നിങ്ങൾ അഭിമാനിക്കുക. കരഞ്ഞ മോശമൊന്നുമല്ല. ചിരിക്കണം, പുഞ്ചിരിക്കണം, ദേഷ്യം വരണം ആവശ്യമുള്ളിടത്ത് മാത്രം. ഈ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വളരെ കുറവല്ലേ? പുരുഷന്മാർക്കല്ലേ അധികം ഹാർട്ട് അറ്റാക്ക് വരുന്നത്? അന്ത സ്ത്രീകൾക്ക് ഹൃദയമില്ലേ? ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാത്ത? അലിയും. കരയാനുള്ള ഒരു ചാൻസും കളയില്ല എൻ്റെ നാട്ടിലൊന്നും. സ്ത്രീകൾ ഒരു മരണപ്പെട്ട വീട്ടിൽ മിനിമം 5 ട്രിപ്പ് കരയും. മരിച്ച ഉടനെ ഒന്ന് കരഞ്ഞു, എന്നിട്ട് സമാധാനമായി കട്ടക്കാപ്പി കുടിച്ചിങ്ങി ഇരിക്കുമ്പോഴാണ് അനുജത്തി വന്ന്. അവൾ കരയുമ്പോൾ കൂടെ കരഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരൻ വന്ന്, അവനെ കാണുമ്പോൾ ഒന്ന് കരഞ്ഞ്, അവസാനം കുളിപ്പിക്കാൻ എടുക്കുമ്പം കരഞ്ഞ്, കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കരഞ്ഞ്. പുരുഷന്മാർക്ക് സങ്കടമില്ലേ? സങ്കടത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ് സങ്കടം. പക്ഷേ സങ്കടം പ്രകടിപ്പിക്കൽ എങ്ങനെ? അതാ ചോദ്യം. സങ്കടം പ്രകടിപ്പിക്കാൻ പ്രകൃതി നമുക്ക് ഒറ്റൊരു മാർഗമേ തന്നിട്ടുള്ളൂ, കണ്ണിൽ നിന്ന് വെള്ളമൊഴുക്കുക. പക്ഷേ ഈ കണ്ണിനും മൂക്കിനും കൂടി സൃഷ്ടിയിൽ പറ്റിയൊരു അബദ്ധമാണ്. കണ്ണിനും മൂക്കിനും ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെയും വെള്ളം വരും. ഈ ശബ്ദമാണ് നമ്മൾ നാട്ടുകാർ അറിയിക്കുന്ന കരയുന്നുണ്ടെന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റാണ് പാഷണൽ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കുറവാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. എന്താ ഈ പാഷണൽ ക്വസ്റ്റ്യൻ? മനുഷ്യനാണെങ്കിൽ ആർദ്രത വേണ്ടേ? അനുഭൂതി, ആനന്ദം, നിർവൃതി, സൗന്ദര്യബോധം, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട നൃത്തമില്ലേ, ആ നൃത്തത്തിൻ്റെ ആ താളവും മറ്റൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഞ്ചിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. എന്തോ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കുക, റേഷൻ കാർഡ് എന്ന് പേര് കുത്തുക, എന്നിട്ട് ആലയിൽ പോയി കിടക്കുക. മനുഷ്യരായി പരിഗണിക്കാൻ പറ്റില്ല. ഇത് ഒരു പുഞ്ചിരി കാണുമ്പോൾ, ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യകിരണങ്ങൾ തഴുകിക്കൊണ്ട് പുല്ലിൻ തുമ്പിൻ്റെ മൂർധാവിലുള്ള തുഷാരബിന്ദുക്കൾ വദനം ചുവന്നു വരുന്നത് കണ്ടിട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പോത്തായിട്ട് ജനിച്ചാ പോരെ? ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകര കരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ജന്മം പോയി. ആ അനുഭൂതിയിലേക്ക് കൊണ്ടുകൊടുക്ക്, അതിലേക്ക് നയിക്ക്. പാഷൻ വേണം അവർക്ക്. അതിനുവേണ്ടിയാ മനുഷ്യനുണ്ടായത്. മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് കാമവികാരമുണ്ടായിരുന്നു. പക്ഷെ കാമവികാരത്തെ സുന്ദരമായ പ്രണയമാക്കാനാ മനുഷ്യനുണ്ടായത്. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു,
നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനതെടുത്തു വച്ചു, എൻ്റെ നെഞ്ചിലെടുത്തു വച്ചു എന്ന് പാടാൻ പട്ടിക്കും പശുവിനും ആവില്ല, നമുക്കേ പറ്റൂ. ആ ആർദ്രതയാണ് നമ്മളെ മനുഷ്യരാക്കിയത്. ഒരു കാറ്റത്ത് മുളങ്കാൾ ആടി ഒലയുന്നത് കണ്ടിട്ട് ഇല്ലിക്കാടടിമുടിയുലയണ കലപില പോലെ എന്ന് പാടാൻ, വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ കുറിച്ചും വീണ് കിടക്കുന്ന പൂവിനെ കുറിച്ചും പാട്ടുപാടാൻ കഴിയുന്നില്ല. പിന്നെ നമ്മളെന്ത് മനുഷ്യൻ? പാഷണൽ കോഷ്യന്റ്, അതിൻ്റെ ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. ഒരു വാക്ക് പാഷണൽ കോഷ്യന്റിൽ ഒരു കുട്ടി പഠിക്കുന്നതിന് ഒരു ഉദാഹരണം. ചോറ് വെന്തോ നോക്കാൻ സംസ്കൃതത്തിൽ ഒരു ന്യായമുണ്ട്. ആ ന്യായത്തിൻ്റെ പേര് സ്ഥാലി പുലാകൻ ന്യായം എന്നാണ്. ചോറ് വെന്തോ നോക്കുന്ന ന്യായം. കലത്തിലെ മുഴുവൻ വറ്റും പിടിച്ചു നോക്കണ്ടല്ലോ, ഒന്നോ രണ്ടോ വറ്റ് പിടിച്ചാൽ മൊത്തം ചോറിൻ്റെ പൂവ് മനസ്സിലാവും. ഒരു വാക്ക് മാത്രം ഞാനിവിടെ പാഷണൽ കോഷ്യന്റും ആക്കിയിട്ട് മാറ്റിത്തരാം. ആ വാക്ക് നിങ്ങൾ പറയണം. ഞാൻ നിർദ്ദേശം തരാം ഏത് വാക്കായിരിക്കണമെന്ന്. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ്? നിങ്ങൾ പറയൂ. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ്? വിളിച്ചു പറയാം. അമ്മ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശബ്ദവോട്ടോടെ അംഗീകരിക്കാം, കൈയടിക്കാം. അത് അംഗീകരിക്കുന്നവർ. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് അമ്മ. എന്നാൽ പിന്നെ അമ്മ എടുക്കാം നമുക്ക്, അല്ലേ? എന്താണ് അമ്മ? പുതിയ കുട്ടികളോട് അമ്മ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിളിൽ തപ്പി ഡിക്ഷണറി എടുത്തു. വാട്ട് ഈസ് അമ്മ? അമ്മ ഈസ് ഗർഭം ധരിച്ചവൾ, പ്രസവിച്ചവൾ, മുലയൂട്ടിയവൾ. അമ്മ. ഇതാണ് എക്സാക്സിസാ, ഉപരിപ്ലവമായ അർത്ഥമാണത്. അതിങ്ങനെ മാത്രം പഠിച്ചാൽ മൈനസാണ്, പ്ലസ് ആവില്ല. അത് മൈനസ് ആയത് അതുകൊണ്ടാണ് അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ മൈനസ് ആക്കുന്നത്. അതിൻ്റെ ആഴം പഠിപ്പിച്ചിട്ടുണ്ടോ? അമ്മ എന്ന പദത്തിൻ്റെ ആഴം ഒന്ന് നോക്കാം നമുക്ക്. അമ്മയെന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ ഏറ്റവും ആർദ്രമായ പാട്ടുകൾ താരാട്ട് പാട്ടുകളാണ്. തൻ്റെ കുട്ടി ഉറക്കുന്ന പാട്ടുകൾ. ആ പാട്ടുകൾ കണ്ടുപിടിച്ച ഫോണറ്റിക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ചൊരു ഫോണറ്റിക്സ് ഉണ്ട്, അറിയാമോ? സ്വനശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ചൊരു സ്വനശാസ്ത്രമുണ്ട്. എന്താണ്? കുട്ടിയെ താരാട്ടുപാട്ടി ഉറക്കുമ്പോ സ്വരങ്ങൾ മാത്രം കുട്ടിക്ക് പോരാ, ഈ ഊന്ന് പഠിപ്പിച്ചാൽ പോരാ, വ്യഞ്ജനങ്ങൾ വേണം. പക്ഷെ വ്യഞ്ജനങ്ങൾ കാക്കാ കാക്കാന്ന് താരാട്ട് പാടി ആ കുട്ടി ഉറങ്ങുമോ? ഇല്ല. അതുകൊണ്ട് സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും മധ്യത്തിലുള്ള 4 അക്ഷരം ഉപയോഗിക്കുന്നു. യാരാലാവാ. മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? എത്ര താരാട്ട് പാട്ട് പാടി? യാ 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 രാരീ രാരീരം രാരോ രാ വാവേ വാവം വാവോ വാ. മനസ്സിലായ? യാരാലാവേന്റെ മഹത്വം പിടികിട്ടിയ ആലോചിച്ച് നോക്കൂ. എന്തൊരത്ഭുതം, എന്തൊരു മനഃശാസ്ത്രമാണത്. ആ പാട്ട് പാടി ഉറക്കുക. തൻ്റെ കുട്ടി ഉറങ്ങുമ്പോൾ 3 ലോകവും ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവളെ അമ്മ എന്ന് പറയാം. വീട്ടുകാരുറങ്ങിയാൽ പോരാ, നാട്ടുകാരുറങ്ങിയാൽ പോരാ. പറ്റുമെങ്കിൽ ഈ 3 ലോകവും ഉറങ്ങണം. ഒരു കണ്ണാൽ സൂര്യനുറങ്ങ്, മറു കണ്ണാൽ തിങ്കളുറങ്ങ്, തൃക്കൈയിൽ വെണ്ണയുറങ്ങ്, മാമൂണിന് ഭൂമിയൊരുങ്ങ്, തിരുമധുരം നാവിലുറങ്ങ്, തിരുനാമം മനസ്സിലുറങ്ങ്, എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങ്, മൂലോകം മുഴുവനുറങ്ങ് എന്ന് പാടുന്നവൾ അമ്മ. അങ്ങനെ അവളെ, ആ കുട്ടീനെ ഉറക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരമ്മയെ കുട്ടിയെ കൊണ്ടുപോയി കിടത്തുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ഭുതമാണ്. ആ അമ്മയുടെ കൈ ഷോക്ക് അബ്സോർബറാണ്. വണ്ടി കുണ്ടിൽ വീണാലും യാത്രക്കാരൻ്റെ നടുവിൽക്കാത്തൊരു സാധനമില്ല, ഷോക്ക് ആപ്സ്. വർക്ക്ഷോപ്പുകാർ പറയും ഷോക്ക് അബ്സോർബറാണ്. അമ്മയുടെ കൈ ഒരു ഷോക്ക് അബ്സോർബറാണ്. മുട്ടും കുത്തിയാടി ഇരിക്കുമ്പോൾ കുട്ടി അറിയുന്നില്ല. ഒരു പായ എടുത്തിടുന്നോ, ഒരു തുണി എടുത്തിടുന്നോ, എന്നിട്ട് കുട്ടീനെ മെല്ലെ കിടത്തിയിട്ട് ചന്തീൻ്റെ അടിയിൽ നിന്ന് കൈവലിക്കുന്ന കണ്ടിട്ടുണ്ടോ? പുലിമുരുകൻ സിനിമയിൽ ഇത്ര നല്ല സ്ലോ മോഷൻ കാണൂല, അത്ര സ്ലോ മോഷനാ. എന്നിട്ടൊരു പുതപ്പെടുത്ത് മേലെ പുതച്ച് വീണ്ടും 2 തട്ടും തട്ടിയിട്ട് ഒരു മൂളിൽ മൂളിയിട്ട് കുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയാൽ അവിടുന്ന് എഴുന്നേറ്റിട്ട് തൻ്റെ ബാക്കി ജോലികൾക്ക് പോവാൻ മുടിയൊക്കെ കെട്ടിയിട്ട്
പോകാൻ വാതിൽ പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഉണ്ട് ഒരച്ചിരിയും ചിരിച്ചിട്ടൊരു തിരിഞ്ഞു നോട്ടം. അതിൻ്റെ ചാരുത എന്തൊരു നോട്ടാണെന്നറിയോ ആ തിരിഞ്ഞു നോട്ടം. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കുട്ടീൻ്റെ അച്ഛനെ ഭർത്താവ് എന്ന് വിളിക്കുന്നതിലൊരു അർത്ഥമില്ല. എന്തൊരു ചാരുതയാണത്. അങ്ങനെ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് നമുക്കിഷ്ടമാണ്. പക്ഷെ ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് ഇഷ്ടമല്ല. കുയിലേ, നിന്റെ പാട്ടിൻ്റെ വോളിയം കുറക്കണം, എൻ്റെ കുട്ടി ഉറങ്ങുകയാണെന്ന് ശകാരിക്കുന്നവൾ അമ്മ. നിലാവെളിച്ചം നമുക്കിഷ്ടമാണ്. പക്ഷേ നിലാവിൻ്റെ ശിശിരരശ്മികൾ ജാലകവാതിലുകൾക്കിടയിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺപോളകളിൽ സ്പർശിച്ചിട്ട് അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്നവൾ അമ്മ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്ന് പാടുന്നവൾ അമ്മ. ആഴം മനസ്സിലായോ? ആഴം മനസ്സിലായോ? അമ്മ എന്ന പദം നെഗറ്റീവല്ല, പോസിറ്റീവാക്കിയില്ലേ? ഇത് നിങ്ങളുടെ മക്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു തരുന്നു, സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങളെ ആരും നിങ്ങളുടെ മക്കൾ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടേ തള്ളൂല. കാരണം അവന് അമ്മ എന്ന വാക്കിൻ്റെ ആഴമറിയാം. അതാണ് പഠിപ്പിക്കേണ്ടത്. അമ്മ, അച്ഛൻ, സഹോദരൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞാൽ വെറും ഉപരിപ്ലവമായ അർത്ഥങ്ങളല്ല. അത് കുടുംബ ബന്ധങ്ങളുടെ പാഷനാണ്. ആ പാഷണൽ കോഷ്യൻ്റ് കവിതകളിലൂടെ, കഥകളിലൂടെ, ഒന്നും വേണ്ട. മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന് പറഞ്ഞൊരു കഥ കുടുംബത്തോടെ വട്ടത്തിലിരുന്ന് വായിച്ചാൽ മാത്രം മതി അമ്മ എന്താണെന്ന് മനസ്സിലാവാൻ. ആ വായിച്ചു കഴിയുമ്പോൾ അവസാനം അമ്മ നല്ല നെയ്പ്പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ആ കൈ അമർത്തിയപ്പോൾ അയാൾ തൻ്റെ കണ്ണുനീര് കുട്ടികൾ കാണാതിരിക്കാൻ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കണ്ണിൽ നോക്കുക. ആ കണ്ണിലൊരു നനവുണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ മക്കൾ ആർദ്രതയുള്ളവരാണ്. അവർക്ക് അനുഭൂതിയും നിർവൃതിയും ആഴവും അറിയാം. ഇത് നിർബന്ധമാണ് നമ്മുടെ കുട്ടികൾക്ക്. അത് കുറഞ്ഞു വരിക ഇപ്പോൾ. അതുകൊണ്ടാണ് കവിത വായിക്കാത്തത്, അതുകൊണ്ടാണ് കഥ വായിക്കാത്തത്. പാഷണൽ കോഷ്യൻ്റ് നിങ്ങളുണ്ടാക്കി കൊടുക്കണം. അവർ സ്കൂളിൽ പഠിച്ച കവിത പരീക്ഷയുടെ പോയിന്റ് ബേസിൽ മാത്രം പഠിക്കുക. ആ കവിത ആർദ്രമായിട്ട് അനുഭൂതിയാക്കി മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിയണം. 3 പോയിൻ്റായി IQ, EQ, PQ. അടുത്ത Q SQ, സ്പിരിച്വൽ ക്വഷ്യൻ്റ്, ധാർമ്മിക മൂല്യം. എവിടുന്ന് കിട്ടും? ബൈബിളിൽ നിന്ന് കിട്ടുമോ? ഖുറാനിൽ നിന്ന് കിട്ടുമോ? ഗീതയിൽ നിന്ന് കിട്ടുമോ? ഭാഗവത സപ്താഹത്തിൽ നിന്ന് കിട്ടുമോ? ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ? ഉറൂസിൽ നിന്ന്, വയത് പറച്ചിലിൽ നിന്ന്, മതപ്രഭാഷണങ്ങളിൽ നിന്ന് കിട്ടുമോ? ആളുകൾ പരക്കി ഓടുകയാണ് ധാർമ്മികതയുണ്ടാക്കാൻ. പക്ഷേ പള്ളികൾ കൂടുന്നോ, അമ്പലം കൂടുന്നോ, പ്രാർത്ഥന കൂടുന്നോ, ഉത്സവങ്ങൾ കൂടുന്നോ? ധാർമ്മികത കൂടുന്നുണ്ടോ? ഇല്ല, ധാർമ്മികത കുറയുന്നു. എന്ത് പറ്റി? ഈ ധാർമ്മിക മൂല്യങ്ങളെല്ലാം ഖുറാനും ബൈബിളും ഗീതയും പള്ളിയും അമ്പലവും ഒക്കെ അതിൻ്റെ മേൽത്തട്ടാണ്. അതിൻ്റെ അടിത്തറയായിരിക്കുന്ന ഒരു ധാർമ്മികതയുണ്ട്. സത്യത്തോടും സ്നേഹത്തോടും ദയോടും കൂടി ജീവിക്കുന്ന ആ ധാർമ്മികതയുണ്ടാക്കുന്ന മഹാപുരോഹിതൻ നിങ്ങളാണ്, അമ്മയാണ്, അച്ഛനാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം. എൻ്റെ നാട്ടിൽ ഉണ്ടായ ഒരു സംഭവം. റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ട് ലോട്ടറി വെക്കുകയാണ് ഒരു കാറ്. ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഒരൊറ്റ അട്ടിയ. ബഹളം കേട്ട് ഞങ്ങൾ ഓടിച്ചെല്ലുമ്പം കാണുന്നത് 2 ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ വണ്ടി 2ഉം പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൊണ്ടക്കുത്തിയ ഓട്ടോ ഡ്രൈവർ ചാടി ഇറങ്ങിയിട്ട് കാറിൻ്റെ ഡ്രൈവറെ അടിക്കാൻ നോക്കുക. എന്താടാ, റോഡ് സൈഡിൽ കുറച്ച് അടുപ്പിച്ച് വെച്ചൂടെ? ഇവൻ കൊണ്ട് കുത്തുക, എന്നിട്ട് അടി അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇത് എവിടുന്നാ പഠിച്ചേ? നിങ്ങളറിയാതെ, അമ്മയും അച്ഛനും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഓരോ ചെറിയ സംഭവവും കുട്ടിയുടെ ധാർമ്മികതയുടെ ഫിലോസഫിയായി മാറുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ കുട്ടി ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് ഓടി കളിക്കുകയാണ്. അമ്മ ദോശ ഇടുകയാണ്.
ഇവൻ്റെ തല കൊണ്ടുപോയിട്ട് മേശക്ക് കുത്തി. ഇവൻ്റെ നിലവിളി കേട്ടിട്ട് അമ്മ ചട്ടുവം വരെ താഴെ വെക്കാതെ ഓടി വന്നു. എൻ്റെ തല കുത്തി എന്ന് പറഞ്ഞ് കരയുന്നു. തടവി കൊടുത്തിട്ടൊന്നും കരച്ചൽ നിർത്തുന്നില്ല. പയ്യൻ കരയുന്നു, ദോശ കരിയുന്നു. എന്തു ചെയ്യും? അമ്മമാർ ഉപയോഗിക്കുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. ഏത് മേശക്കാടാ കുത്തിയെ? ആ മേശക്ക് ഒരടി വെച്ച് കൊടുത്തു. മേശക്ക് എന്താ മേശ എൻ്റെ കുട്ടീനെ വേദനിപ്പിച്ച. അപ്പം കുട്ടിക്ക് സന്തോഷമായി, അമ്മക്ക് സമാധാനമായി, ബാക്കി ദോശ ഇട്ടു. പക്ഷെ ഇവൻ എന്താ പഠിച്ച ഫിലോസഫി എന്താ? ഇവന് 100% ഉറപ്പാ മേശ ഇങ്ങോട്ട് വന്ന് കുത്തിയതല്ല, ഞാൻ അങ്ങോട്ട് പോയി കുത്തിയതാ. എന്നാലും അടി അങ്ങോട്ട് കൊടുക്കണം. പഠിച്ച ചെറിയ വിഷയം. ഓരോ കൊച്ചു സംഭവങ്ങളിലൂടെയും ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികളിൽ നെഗറ്റീവായി രൂപപ്പെടുകയാണ്. ധാർമ്മിക മൂല്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ കുടുംബ സദസ്സുകൾ തിരിച്ചു പിടിക്കണം. വരാന്തകൾ തിരിച്ചു പിടിക്കണം. അടഞ്ഞ വാതിലുകളാണ് മിക്ക വീട്ടിനും. ബെഡ്റൂമുകളിലേക്ക് ചുരുങ്ങിയാണ്. എത്ര വിശ്വം ഭവത്യേകനീടം എന്നത് എത്ര വിശ്വം ഭവത്യാത്മനീടം. ലോകം എത്ര വലുതായാലും ഒരു കൂട്ടിലെ പക്ഷികളാണെന്ന ധാരണ ഇപ്പോ അവനവനാകുന്ന കൂട്ടിലെ പക്ഷികളാവുന്നു. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്. കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട്, കാതെടുത്ത് കമിഴ്ത്തി വെച്ച്, തലയെടുത്ത് വയറ്റിൽ തിരികി, നാവെടുത്ത് പുറത്തിട്ട്, നാടെല്ലാം നടക്കുന്നതവനവനവനോ, നാടെല്ലാം നടക്കുന്നതിവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിലാണ്. പൈസേനെ പറ്റി മാത്രം ചിന്ത. പണോർ ബ്രഹ്മ, പണോർ വിഷ്ണു, പണോർ ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ പണമേ നമ. ഇതാ പ്രധാന മുദ്രാവാക്യം. പണം പണം പണം. കാത് കമിഴ്ത്തി വെച്ചിരിക്കുന്നു. ലോകത്തെന്ത് സംഭവിച്ചാലും എനക്കൊന്നും അറിയില്ല രാമനാരായണ. ഉക്രൈനിൽ റഷ്യ ആക്രമിച്ചിട്ടുണ്ട്. അതിനെന്താ ഞാൻ വേണ്ടേ? എൻ്റെ വീട്ടിൽ നിന്ന് ആരും MBBS പഠിക്കാൻ ഉക്രൈനിൽ പോയിട്ടില്ല. ഞാനെന്തിനു ശ്രദ്ധിക്കുന്നു? തലയെടുത്ത് വയറ്റിൽ തിരികുന്നു. ബുദ്ധി തിന്നേണ്ട കാര്യത്തെപ്പറ്റി മാത്രം. അൽഫാം, ചിക്കൻ കടായി, 65 ഇതിനെപ്പറ്റി മാത്രം ചിന്ത. നാവെടുത്ത് പുറത്തിടുന്നു. പാചകടിക്ക് ഒരു കുറവില്ല. അങ്ങനെ നടക്കുന്നൊരു പുതിയ തലമുറ വരുമ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ എവിടെ പോകുന്നു? ഖുറാനും ബൈബിളും ഈ കുട്ടിയുടെ ഹൃദയത്തിൽ ചേരണമെങ്കിൽ ആ ഹൃദയം ആദ്യം ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് നനക്കണം. നിങ്ങൾ സിമെന്റ് ഇടുമ്പോൾ ആദ്യം ചുമര് നനക്കുന്നില്ലേ? നനവില്ലാത്ത ചുമരിൽ സിമെന്റ് പറ്റിച്ചാൽ അത് അടന്നു പോരും. ഈ ധാർമ്മിക മൂല്യങ്ങളുടെ ഒക്കെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ പറ്റണമെങ്കിൽ ഹൃദയം സത്യവും സ്നേഹവും ദയയും കൊണ്ട് നിറയ്ക്കുക. അത് കുടുംബത്തിൽ നിന്നുണ്ടാക്കണം. അതാണ് സ്പിരിച്വൽ ക്വഷ്യന്റ്. ഇനിയൊരു സാധനമുണ്ട്, DQ. ഈ DQ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ഞാനൊരു ചോദ്യം, ഒരു കണക്ക് കൂടി ചോദിക്കാം. കണക്ക്, നമ്മുടെ കണക്കുകളെല്ലാം 10ന്റെ പെരുക്കങ്ങളല്ലേ? 0 ഇടുന്തോറും 10ന്റെ പെരുക്കം. 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് ലാൻഡിങ് 10ലാണ്, അതിൻ്റെ 100ലാണ്, 1000ലാണ്. 10ന്റെ ഗുണിതങ്ങളാണ് മലയാളത്തിലെ കണക്ക്. 1, 10, 100, 1000, 10000. അത് ഇംഗ്ലീഷിലും 10 തന്നെയാണ്. 1, 10, 100, 1000. ഹിന്ദിയിലും 10 തന്നെ. 1, 10, 100, 1000. സംസ്കൃതത്തിലും 10 തന്നെ. ഏകം, ദശം, ശതം, സഹസ്രം, അയുധം. അറബിയിലും 10, ഫ്രഞ്ചിലും 10, ജർമ്മനിയിലും 10, ചിലിയൻ ഭാഷയിലും 10, ആഫ്രിക്കൻ ഭാഷയിലും 10. ചെന്തറയെ ലോകത്തെ പല ഭാഷകൾ ദൈവത്തിന് പോലും പല പേരാ. പക്ഷെ കണക്കല്ല എന്താ 10. ഏതെങ്കിലും ഒരു ഭാഷയിൽ 9ന്റെ പെരുക്കായില്ല, ഏതെങ്കിലും ഒരു ഭാഷയിൽ 11ന്റെ പെരുക്കായില്ല. എന്തായിരിക്കും? 10ന് ഇത്ര. നമ്മുടെ മലയാളത്തിൽ സമ്പത്തില്ലേ, സമ്പത്ത്, അത് കൂട്ടിവെച്ച സാധന 10,000. എന്താ ഈ 10ന് ഇത്ര പ്രാധാന്യം വന്നേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 10ന് ഇത്ര പ്രാധാന്യം വരാൻ കാരണം സിമ്പിളാണ്. ലോകത്ത് ഏത് ഭാഷ സംസാരിക്കുന്നവരും കണക്ക് എണ്ണാൻ പഠിച്ചത് വിരലുമൽ എണ്ണീറ്റാ. എല്ലാവർക്കും 10 വിരല എണ്ണാൻ പഠിച്ച വിരലുമല. പുരാകവീനാം ഗണനാപ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ. പുരാണ കവികളുടെ എണ്ണം എടുക്കുമ്പോൾ കാളിദാസന്റെ സ്ഥാനം കനിഷ്ഠികയിലാണ്. കനിഷ്ഠിക എന്ന് പറഞ്ഞാൽ ഈ വിരൽ, ഇതല്ലേ നമ്പർ 1. കാളിദാസൻ നമ്പർ 1 ആണ് എന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ശ്ലോക. വിരലാണ്, 10 വിരലാണ്. 2 കണ്ണാണ് എല്ലാ മതക്കാർക്കും, 2 കാതാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുന്നത്, യഹോവ സൃഷ്ടിച്ച യഹൂദന്മാര്, ബ്രഹ്മാവ് സൃഷ്ടിച്ച ഹിന്ദുക്കള്, കർത്താവ് സൃഷ്ടിച്ച ക്രിസ്ത്യാനികള്, അള്ളാഹു സൃഷ്ടിച്ച മുസ്ലിങ്ങൾ എല്ലാം. പക്ഷേ ഈ അവയവങ്ങളുടെ കണ്ണെല്ലാം കണക്കാ. ഇതെങ്ങനെ സോഫ്റ്റ്വെയർ ഇവർ ഷെയർ ചെയ്തു ഈ സൃഷ്ടിക്കുമ്പോൾ? യഹോവ അത് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു ബ്രഹ്മാവിന്, ഇങ്ങനെയാ കോലം. അങ്ങനെ ബ്രഹ്മാവ് അതേ സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്തു ഹിന്ദുക്കളെ ഉണ്ടാക്കി. അത് മെസ്സഞ്ചറിൽ ഇട്ട് കൊടുത്തു കർത്താവിന്.
കർത്താവ് ഉടൻ തന്നെ അത് അള്ളാഹുവിന് ഇൻസ്റ്റയിൽ ഇട്ട് കൊടുത്തു. അങ്ങനെയാണോ? അല്ലല്ലോ. ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം. ന്യൂട്രൽ മാനവികത നമ്മുടെ കുട്ടികൾ ഉണ്ടാവണം. ഒരു മൃഗത്തിനും താൻ പോത്താണെന്നറിയുന്ന പോത്തില്ല, താൻ പശുവാണെന്നറിയുന്ന പശുവില്ല, താൻ പൂച്ചയാണെന്നറിയുന്ന പൂച്ചയില്ല. താൻ മനുഷ്യനാണെന്നറിയുന്നവൻ മാത്രമാണ് മനുഷ്യൻ. പക്ഷെ ഒരു നേരം പോലും താൻ മനുഷ്യനാണെന്ന് ചിന്തിക്കാതെ ഞാൻ ഏത് പാർട്ടിക്കാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദു ആണെന്ന് മാത്രം ചിന്തിക്കുക, മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നില്ല. വൈവിധ്യങ്ങളെ പൊരുത്തപ്പെടാനുള്ള മനസ്സില്ല. ഡൈവേഴ്സിറ്റി ക്വഷ്യന്റ്. പല രൂപത്തിൽ ഈ ഭൂമിയിലെ മനുഷ്യന്മാരല്ല ഒരേ രൂപത്തിലാണെങ്കിൽ കാവ്യമാധവനും മഞ്ജു വാര്യർക്കും എന്തെങ്കിലും വിലയുണ്ടാവുമോ? എല്ലാവരും ഒരേ രൂപമാണെങ്കിൽ. സൗന്ദര്യത്തിൻ്റെ സങ്കല്പങ്ങളുണ്ട്. സ്ത്രീകൾക്ക് വലിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് വിശാലാക്ഷി. ആണുങ്ങൾക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ. മനസ്സിലായോ അല്ലേ? ഈ സൗന്ദര്യ സങ്കല്പം തന്നെ വ്യത്യസ്തത. പ്രതിജന ഭിന്ന വിചിത്രമാർഗികളാണ് ആശാന്റെ വരിയ. ഓരോ ആളും വ്യത്യസ്തരാ. അത് രൂപം മാത്രമല്ല, വേഷം മാത്രമല്ല, ഭാഷ മാത്രമല്ല, ശബ്ദം മാത്രമല്ല, എല്ലാം വ്യത്യസ്തമാണ്. നമ്മളെ മുണ്ടുടുപ്പില്ലേ, മലയാളീൻ്റെ മുണ്ടുടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാടെ കുത്തിയാടെ നിൽക്കൂ. ഉത്തരേന്ത്യക്കാർക്ക് അത്ഭുതമാണ്. അവർ ഉടുത്തിട്ട് നടുക്കൂട്ട പാർട്ടീഷൻ ചെയ്ത് ബേക്ക് കുത്തി ഒരു ചരടും കെട്ടിയാൽ ധൈര്യമുള്ള പുറത്തിറങ്ങാൻ. ഞാൻ പൂനെയിൽ ഹിവരെ ബസാർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിനെ പറ്റിയിട്ട് 100% BPL ഇല്ലാത്ത 100% APL 10 കൊല്ലം കൊണ്ട് 87% BPL കുടുംബങ്ങൾ 100% APL കുടുംബങ്ങളായ പഞ്ചായത്തിനെ പറ്റി പഠിക്കാൻ ഒരു 2-3 ദിവസം അവിടെ പോയി താമസിച്ചിരുന്നു. പൂനെ ജില്ലയിലെ ഹിവരെ ബസാറിൽ. ഞാൻ ഈ കിളിയുടെ പഞ്ചായത്തിൻ്റെ ഫാക്കൽറ്റി ആയതുകൊണ്ട് അങ്ങനെ പോയതാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ കുളത്തുനിന്ന് കുളിക്കുമ്പോൾ ഒരു അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കുക. ഇതെന്താടാ ഇവർ കുളിക്കുന്ന കണ്ടിട്ടില്ലേ? നോക്കുമ്പോൾ അന്വേഷിച്ചപ്പോഴാണ് കുളിക്കുന്നതല്ല അവർ നോക്കിയത്. ഈ മുണ്ട് മാറ്റുന്ന സൂത്രം ആ സാങ്കേതിക വിദ്യ ആർക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവരൊന്ന് അയച്ചിട്ടിട്ടേ വേറി കൊടുക്കൂ. നമ്മൾ തോർത്തുടുക്കലും മുണ്ടയക്കലും ഒരേ സമയം ചെയ്യും. അതിൻ്റെ സൂത്രം അവർക്കറിയില്ല. തോർത്തങ്ങ് ചുറ്റി മുണ്ടങ്ങ് ചൊട്ടി വലിക്കലില്ലേ, അതെന്ത് പരിപാടിയാ? എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. നമ്മൾ ഇന്ത്യക്കാരാണ്. പല മതവും പല ജാതിയും പല വേഷവും പല ഭാഷയും പല ആചാരങ്ങളും ഉണ്ട്. അതിനോടെല്ലാം പൊരുത്തപ്പെടാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, അസഹിഷ്ണുത വളർത്തിയാൽ കലാപങ്ങളുടെ ഇരയായി മാറും നമ്മുടെ കുട്ടികൾ. എല്ലാറ്റിനോടും സ്നേഹിക്കാൻ, എല്ലാറ്റിനോടും പൊരുത്തപ്പെടാൻ പഠിപ്പിക്കുക. അതാണ് വേണ്ടത്. ദൈവത്തിൻ്റെ പേരിൽ പുറത്തുള്ള വെറുപ്പ്. ദൈവം എന്ന് പറഞ്ഞാൽ വെറുക്കാനാണോ സ്നേഹിക്കാനാണോ? സ്നേഹിക്കാനല്ലേ. ദൈവം എവിടെയാ? ഒരു ഓഷോ എഴുതിയൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് സ്ഥിരം പ്രാർത്ഥനയും സ്ഥിരം പരാതിയായിട്ട് മനുഷ്യന്മാരെ കൊണ്ട് ഭയങ്കര ഉപദ്രവം. ആര്? ദൈവം. ദൈവം പ്രപഞ്ചത്തിൽ പല മൂലക്കും പോയി ഒളിച്ചു. അവിടെ എല്ലാം ഇവൻ അന്വേഷിച്ചെത്തി. അവസാനം ദൈവത്തിൻ്റെ സഹോദരായ ഒരാൾ പറഞ്ഞു, നിങ്ങളൊരു സൂത്രം, മനുഷ്യൻ ഒരിക്കലും അന്വേഷിക്കാത്തൊരിടമുണ്ട്, അവിടെ പോയി ഒളിക്ക്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല. അതെവിടെയാ? ഓൻ്റെ ഹൃദയത്തിൽ പോയി ഒളിക്കുക പറഞ്ഞു. അങ്ങനെയാണ് ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോയി. ഇവിടെ ദൈവവും വെച്ചിട്ട് പരക്കി ഓടുക. പരക്കി ഓടുക. നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുമ്പോൾ കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ ഇതല്ലേ? ഇതല്ലേ ലൈക്ക് അടിക്കുന്ന വിരൽ? ഇതല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്? ബാക്കി 4 മെമ്പർമാരാ. ഈ വിരൽ തൊഴുമ്പോൾ ആ വിരലല്ലേ പ്രധാനം? അങ്ങോട്ട് ഇങ്ങനെയാണോ തൊഴുന്നത്? ഇങ്ങോട്ടാ? ഇവിടെയല്ലേ? ഇവിടെ മാത്രമല്ല, ഇവിടെയുണ്ട്. അതാ തൊഴുതാ ഇങ്ങനെയില്ലേ? മേലെ കാവിലും താഴെക്കാവിലും. ഇവിടെയാണ് ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ഇവിടെ ഉത്സവം നടത്തണം. ഈ ഹൃദയത്തിൽ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ, സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ചിന്തകൾ
മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. മുറജപമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. ഈ ബോധ്യം കുട്ടികളെ പഠിപ്പിക്കേ, ഈ ദേവാലയം തുറക്കാൻ പഠിപ്പിക്കേ. അവിടെയാണ് തിരുഹൃദയം, അവിടെയാണ് ഹനുമാൻ രാമനെ കാട്ടിക്കൊടുത്തത്. രാമ രാമ എന്ന് ജപിക്കുന്നത് രാമന്റെ കൊട്ടാരം അമ്പലം വലുതാവാനല്ല. രാമരാമ എന്ന് ജപിക്കുന്നത് രാശബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീദ്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ എന്ന് വായ പൂട്ടുന്നു. രാമ രാമ മന്ത്രത്തിൻ്റെ അർത്ഥം ഇത് ശുദ്ധീകരിക്കല. മനസ്സിലായോ? ഒന്നും അറിയില്ല. ഈ പ്രാർത്ഥിക്കുന്ന അമ്പലത്തിൽ പോകുന്നവർക്ക് അന്തരാർത്ഥം അറിയാതെ പുറത്തുള്ള കെട്ടുകാഴ്ചകൾ മാത്രം നോക്കുക. ഹരിവരാസനം വിശ്വമോഹനം കേട്ടിട്ടില്ലേ? ഹരിവരാസനത്തിൻ്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ട് ഇവിടെ ഒന്ന് കൈപൊക്കിയ. എന്താ ഈ ഹരിവരാസനം? ഒരാൾക്കും അറിയില്ല. അതാ പറഞ്ഞേ, നമ്മുടെ കുട്ടികളെ ദൈവവിശ്വാസികളാകുമ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുക. ആ മൂല്യത്തിലെത്തിയാൽ പിന്നെ എല്ലാ മതത്തോടും എല്ലാ മനുഷ്യരോടും ഇഷ്ടം വരിക. ഇർഹമും മൻഫിസ് സർലി ജമീ അൻ ഇർഹമുക്കും മൻഫിസ് തുവാ. അള്ളാഹുവിൻ്റെ പടപ്പുകളോട് കരുണ കാണിച്ചാലേ അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് പാത്രമാകൂ എന്നാണ് ഹദീസിൽ പറഞ്ഞത്. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മറ്റുള്ള അവനവൻ്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. അതുകൊണ്ട് കൊടുത്തതിൻ്റെ ബാക്കി തിന്നുന്നവനാണ് എല്ലാ പാപവും ഇല്ലാതാക്കുന്നതെന്ന ഭഗവത്ഗീത. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിന്നെപ്പോലെ എന്നാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ അമ്പലത്തിൽ പോയിട്ട് പരീക്ഷേൻ്റെ റിസൾട്ട് വരുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം അവിടെ പോയിട്ടൊരു ചന്ദനത്തിരി കത്തിച്ചോ, അവിടെ പോയിട്ടൊരു പ്രസാദം കഴിപ്പിച്ചോ. അപ്പോൾ ഇവൻ വിചാരിക്കും ഞാൻ പ്രസാദം കഴിപ്പിച്ചാൽ ദൈവം അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ടാബുലേഷൻ ഷീറ്റെല്ലാം ആയിട്ടുണ്ട്, അവിടെ പോയി ഇടപെട്ടിട്ട് A+ ആക്കി തരുന്ന ആളാ ദൈവം എന്നല്ലേ ഇവൻ വിചാരിച്ചാൽ അല്ലേ? പരീക്ഷയ്ക്ക് പോകുമ്പം പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ശരി, റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ദൈവത്തിന് കൈക്കൂലി കൊടുത്താൽ ഇയാൾ പോയിട്ട് ശരിയാക്കുമോ? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില സൂത്രപ്പണികൾ ചെയ്യുന്ന ആളാണ് ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് ഡൈവേഴ്സിറ്റി കോഷ്യന്റ്, എല്ലാറ്റിനോടും പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും ഉള്ള കരുത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം നല്ലതല്ല. ഇനിയുള്ള കാലം നമ്മുടെ ഭാരതത്തിൽ എന്തൊക്കെയാ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രയും അകന്നു പോകുന്നു മനുഷ്യർ. അവിടെ നമ്മുടെ മക്കൾ ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലാപത്തിൻ്റെയും ഇരയോ പ്രതിയോ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഡൈവേഴ്സിറ്റി കോഷ്യൻ്റ്, ഇനി സോഷ്യോ കോഷ്യൻ്റ്, സാമൂഹ്യ ബന്ധം ഉണ്ടാവണം. എല്ലാം എൻ്റെ വീട്, എൻ്റെ റോഡ്, മതി. അതിനപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ശബ്ദം തന്നത് ഈ സമൂഹമാണ്. ഈ സമൂഹം തന്നതാണ് നമുക്കെല്ലാം. ആ സമൂഹത്തിലേക്ക് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി അത്തരത്തിലുള്ള കൂട്ടായ്മ, സാമൂഹ്യ ബന്ധം വേണം. ഇനി അവസാനത്തെ ക്വഷ്യൻ്റ് എക്കോ ക്വഷ്യൻ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ മീട്ടുകൊട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ? ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. മാസ്കിൻ്റെ എൻ്റെ നാട്ടിൽ പറയുന്ന മലയാളം വാക്കാ മീട്ടുകൊട്ട. മാസ്ക് ഇടേണ്ടി വന്നത് കോവിഡ് വന്നിട്ടാണ്. കോവിഡ് വന്നത് കൊറോണ എന്ന് പറയുന്ന വൈറസ് പുതിയതല്ല, പണ്ടേ ഉണ്ട്. അത് ജനിതകമാറ്റം വന്നതുകൊണ്ടാണ് കോവിഡ് ആയത്. ജനിതകമാറ്റം വന്നത് എന്തുകൊണ്ടാ? ആവാസ വ്യവസ്ഥയിൽ സർഗലയ താളങ്ങൾ തെറ്റിയപ്പോൾ. ONV കുറുപ്പ് 50 കൊല്ലം മുമ്പ് എഴുതി വെച്ചു, ഭൂമിക്കൊരു ചരമഗീതത്തിൽ സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. സർഗത്തിൻ്റെ ലയതാളം തെറ്റിയപ്പോൾ ജീവരഥ ചക്രം ചാലിലുറയും. മനസ്സിലായോ? ജീവരഥ ചക്രം ചാലിലുറയുന്ന എന്താന്ന് മനസ്സിലായോ? ലോക്ക്ഡൗണ് എല്ലാം ഉറഞ്ഞു നിന്നുപോയില്ലേ?
50 കൊല്ലം മുമ്പ് ഇയാൾ എഴുതി വെച്ചു. ആവാസ വ്യവസ്ഥ തകർന്നു. ആവാസ വ്യവസ്ഥ തകരാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം കാരണം ആഗോളതാപനം. ആഗോളതാപനത്തിന് കാരണം ഹരിതഗൃഹ വാതകങ്ങൾ അമിതമായിട്ട് അന്തരീക്ഷത്തിൽ വിട്ടതാണ്. ആര്? നമ്മളല്ലേ. അപ്പോൾ ഈ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ? നമുക്കും നമ്മുടെ അനന്തര തലമുറക്കും വേണ്ടിയാ. ഒരു പ്ലാസ്റ്റിക് കുപ്പി റോഡിൽ വലിച്ചെറിയുമ്പോൾ പിടിക്കണം ചെവി. ആ പ്ലാസ്റ്റിക് കുപ്പി ആ മണ്ണിൽ പ്ലാസ്റ്റിക് മരിക്കില്ല, പക്ഷെ പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും എന്നവനെ പഠിപ്പിക്കണ്ടേ? പ്ലാസ്റ്റിക് ഒരിക്കലും മരിക്കില്ല, പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും. അത് തോട്ടിലെറിയുമ്പോൾ ആ വെള്ളം ഒഴുകി കടലിൽ പോയിട്ട് ആ കടലിൽ നിന്ന് പകുതി മാത്രമല്ലേ വെള്ളത്തിൽ മുങ്ങൂ, ബാക്കി സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ചൂടായിട്ട് പൊടിഞ്ഞിട്ട് കടലിലടിയുകയും ആ കടലിലുള്ള മത്സ്യത്തിൻ്റെ വയറ്റിൽ പോവുകയും അത് നമ്മുടെ വീട്ടിലെത്തുകയും നമുക്ക് തന്നെ ക്യാൻസറായി മാറുകയും ചെയ്യും എന്ന് അവനെ പഠിപ്പിക്കണം. എക്കോ കോഷ്യൻ്റ് വേണം. അപ്പോൾ 7 കോഷ്യൻ്റ്: IQ ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, EQ ഇമോഷണൽ കോഷ്യൻ്റ്, PQ പാഷണൽ കോഷ്യൻ്റ്, SQ സ്പിരിച്വൽ കോഷ്യൻ്റ്, DQ ഡൈവേഴ്സിറ്റി കോഷ്യൻ്റ്, SQ സോഷ്യോ കോഷ്യൻ്റ്, EQ എക്കോ കോഷ്യൻ്റ്. ഈ 7 കോഷ്യൻ്റുകൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ മാഷന്മാർക്ക് മാത്രം കഴിയില്ല. കാരണം അവരെ മുമ്പിൽ 6 മണിക്കൂറാ കുട്ടിയെ കിട്ടുന്ന, ബാക്കി 18 മണിക്കൂറും കുട്ടി നിങ്ങളുടെ വീട്ടിലാണ്. അവിടുന്ന് നിങ്ങളുടെ വാക്ക്, നോക്ക്, നടപ്പ്, എടുപ്പ്, ശബ്ദം, അതൊക്കെ പ്രധാന. കുട്ടി നിങ്ങളുടെ ശബ്ദത്തെ നാദമാക്കൂ. നിങ്ങളുടെ വീട്ടിൽ സ്വൈര്യമുണ്ടാകും. നിങ്ങൾ രാവിലെ ഉപയോഗിക്കുന്ന ശബ്ദം ഏതാ? സ്കൂൾ വണ്ടി വരേണ്ട സമയമായിട്ടും ചെക്കൻ എഴുന്നേറ്റിട്ടില്ല, അടുപ്പത്ത് കറിയൊന്നും ആയിട്ടില്ല, ആകെ ടെൻഷൻ അടിക്കുമ്പോൾ ചെക്കൻ എഴുന്നേറ്റില്ല. രാവിലെ തന്നെ രാക്ഷസീയമായ ശബ്ദമാണ്. ഈ ശബ്ദം കേട്ട് അവൻ അന്ന് രാക്ഷസനെയാവൂ. കുട്ടികളെ ഉണർത്താൻ 10ാം ക്ലാസ് വരെ കുട്ടികളെ ഉണർത്താൻ അടുത്തു പോയിരുന്നിട്ട് അവൻ്റെ നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകളൊന്ന് മാടി ഒതുക്കിയിട്ട് അവനെ ഒന്ന് ശരീരത്തിൽ കൈവെക്ക്. എന്നിട്ട് മോനെ ഒരു ലൈവിലെ ആ വിളിക്കണം. ഡാ എന്നും അല്ല, മോനെ, മോളെ, മെല്ലെ വിളിച്ചുണർത്ത്. പ്രഭാതത്തെ കാട്ടിക്കൊടുക്ക്. രാവിലെ തന്നെ കോലാഹല വീടാകരുത്, സമാധാന വീടാക്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ കാം ആൻഡ് ക്വയറ്റാക്കി വളർത്തിയെടുക്ക്. അവര് നിങ്ങൾ മനസ്സിലാക്കണം, അവർ നിങ്ങളുടെ അടിമകളല്ല. ഓരോ കുട്ടിയും ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ചോളണമെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും, പക്ഷെ എപ്പോഴും അടിമയാക്കരുത്. ഞാൻ ചില രക്ഷിതാക്കളുടെ വീട്ടിൽ നിന്നുള്ള കുട്ടികളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ കുട്ടികൾ പോയിട്ട് വീണ്ടും ഈ വീട്ടിൽ തിരിച്ചു വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? വേറെ പോവാൻ സ്ഥലമില്ല എന്നിട്ടാ കേട്ടോ. ജീവിതത്തിൽ ഏറ്റവും രസകരമായ പ്രായത്തിലാണ് അവർ, ഓടി കളിച്ച് നടക്കേണ്ട പ്രായത്തിലാണ്. ഈ ക്ലാസ് റൂമിൻ്റെ ചുമരുകൾക്കുള്ളിൽ അവർ 6 മണിക്കൂർ ഇരുന്ന് തരുന്നില്ലേ? അവർ പരീക്ഷ എഴുതി തരുന്നില്ലേ? എന്നിട്ടും അവരെ വീണ്ടും പീഡിപ്പിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് അവരുടെ ബാല്യത്തിൻ്റെ ആസ്വാദ്യത. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. അവർക്ക് ആ സമയത്ത് ആ കുട്ടിക്കാലം കൊടുക്ക്. ആ കുട്ടിക്കാലം അവർക്ക് കൊടുക്ക്, ആസ്വദിക്കാൻ കൊടുക്ക്. അല്ലാതെ ഇങ്ങനെ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞ് അമരുന്നതാവരുത്. ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ, ആ സ്കൂൾ LP സ്കൂൾ കെട്ടിടം വാടകക്കായിരുന്നു. അത് മാറി ആ സ്കൂളിന് സ്വന്തമായ സ്ഥലവും കെട്ടിടവും ഞാൻ ആടത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. നല്ല അടിപൊളിയാണ്. പക്ഷെ ഞാൻ പഠിച്ച ക്ലാസ് റൂം ഇപ്പോൾ ഒരു ക്ലാസ് പൊളിക്കാണ്ട് വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം പൊളിച്ചു. അത് ആ കെട്ടിടത്തിൻ്റെ ഉടമ എൻ്റെ പശുവിനെ കെട്ടുന്ന ആലയാണ്. എങ്കിലും ആ പ്ലാസ്റ്ററിങ് കഴിയാത്ത ആ ചുമരുകളിൽ ഞാൻ പോയി തൊടും. കാരണം അന്ന് പെൻസിൽ മുറിച്ചം കൂട്ടാൻ റേസർ ഇല്ല, കട്ടറില്ല. ഈ കല്ലിൻ്റെ ഓട്ടയിലിട്ടിട്ട് തിരിച്ചിട്ടാണ് മുറിച്ചം കൂട്ടുക. ആ കല്ലിൻ്റെ ഓട്ടയിൽ ഓരോ ഓരോ കുഴിയുണ്ട്. ആ കുഴിക്കൊരു മിനുസമുണ്ട്. അതിലൊന്ന് തൊടുമ്പോൾ ഉണ്ടല്ലോ, ആ ബാല്യത്തിൻ്റെ സ്നിഗ്ധത അനുഭവിക്കുക. ആ ബാല്യം നിങ്ങൾ നിഷേധിക്കല്ലേ. നിങ്ങൾ അവരുടെ ബാല്യം നിഷേധിച്ചാൽ നിങ്ങളുടെ സർഗാത്മകമായ വാർദ്ധക്യം അവരും നിഷേധിക്കും. അവരുടെ ബാല്യം നിങ്ങൾ നിഷേധിച്ചാൽ നിങ്ങൾക്കൊരു സർഗാത്മക വാർദ്ധക്യമുണ്ട്. അത് നിങ്ങളെ ശപിച്ചിട്ടും ശകാരിച്ചിട്ടും അവരും നശിപ്പിക്കും.
അതുകൊണ്ട് അവരുടെ ബാല്യം അവർക്ക് വിട്ടുകൊടുക്കുക. കുറച്ചൊന്ന് ഇടപെട്ടാൽ മതി. ഒഴുകുന്ന പുഴയിൽ മുറിച്ചപ്പുറം കടക്കാൻ പുഴയെ നേരെ മുറിച്ച് നീന്തരുത്, പുഴയോടൊത്തൊഴുകണം കുറച്ചു നേരം. അങ്ങനെ പുഴയോടൊത്തൊഴുകാൻ നമ്മുടെ ഓരോ കുട്ടിയും അത്ഭുത പ്രതിഭാസങ്ങളാണ്. ആ പ്രതിഭാസങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുക, അവൻ്റെ കണ്ണുകളിൽ നോക്കുക. ഇനി ഒറ്റൊരു പോയിന്റ് പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുക. ഒറ്റൊരു പോയിന്റ്, നിങ്ങളുടെ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് സോഫ്റ്റനാക്കണം. എന്താണ് ഒരു മാർഗം? സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കാൻ എന്താ മാർഗം? കമ്മ്യൂണിക്കേഷൻ നന്നായാൽ എല്ലാം നന്നായി. നിങ്ങൾക്ക് പറയാനും കേൾക്കാനുമുള്ള ഒരു റേഷ്യോ പ്രകൃതി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എത്ര പറയണം, കുട്ടികൾ പറയുന്നത് എത്ര കേൾക്കണം. അറിയാമോ അതിൻ്റെ കണക്ക്? 1:2 എന്നാണ്. 1:2. കാരണം എന്താ അതിൻ്റെ തെളിവ്? പറയാൻ എത്രയാ നാവ്? 1, കേൾക്കാൻ എത്രയാ കാത്? 2. അപ്പോൾ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണം. കുട്ടികൾ പറയുന്നത് കേട്ടിരിക്കുക. അവരെല്ലാം ഈ മൊബൈൽ ഫോണിൽ. അവരെ ഇനി ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുമോ? അവരതിൻ്റെ അടിമകളായിപ്പോയി. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എളുപ്പമല്ല. മൊബൈൽ ഫോൺ വരൂല, പോയി ഓനാകെ ഡിസ്പിരിയാവും. അതുകൊണ്ട് എന്ത് വേണം? മൊബൈൽ ഫോണിന് വേണ്ടിയല്ല നിന്റെ ജീവിതം, നിനക്ക് വേണ്ടിയാണ് മൊബൈൽ ഫോൺ എന്ന് എന്നോട് പറയണം. അതിന് വേണ്ടി എന്താ? നിങ്ങൾ ഒരു ഭാഗത്ത് അച്ഛൻ ഇരുന്നിട്ട് ഒരു ഭാഗത്ത് അമ്മ നോക്കുന്നു, അപ്പോൾ പിന്നെ മക്കളും നോക്കൂ. അതിലും നിങ്ങളെല്ലാവരും കൂടി മക്കളുടെ മൊബൈൽ ഫോണിൽ രസകരമായത് കാണാൻ അല്പനേരം ഇരിക്കുക. മൊബൈൽ ഫോണിൻ്റെ അടുത്ത് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുക. അതിനൊരു സമയം നിശ്ചയിക്കുക. തരില്ല എന്നല്ല പറയേണ്ടത്, ഈ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. അങ്ങനെ ഇരുന്ന് ആ സമയം കഴിഞ്ഞാൽ ഇതാ സമയം കഴിഞ്ഞു, ഇനി നമുക്ക് ഇത് സൂക്ഷിച്ചിക്കണം എന്ന് പറയാം. നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങണം. എന്ന് TV, ടാബ്, പിന്നെ മൊബൈൽ ഫോണ്, എല്ലാ ഗാഡ്ജറ്റുകളും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങണം. പ്രൊജക്റ്റ് ചെയ്യുക മക്കള്, പ്രൊജക്റ്റ് ചെയ്തോട്ടെ, നിങ്ങൾ പോയി ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ഉറങ്ങിയിരിക്കണം. കാരണം മൊബൈൽ ഫോണിൽ അറിവിൻ്റെ അനന്ത സാധ്യതകളുണ്ട്. ഓരോ മൊബൈൽ ഫോണും ഒരു കമ്പ്യൂട്ടറാണ്. പക്ഷേ അതിനേക്കാൾ തോന്നിയാസത്തിൻ്റെയും അനന്ത സാധ്യതകളുണ്ട്. ഏതാ ആദ്യം മുമ്പിൽ വരിക? നിങ്ങളിപ്പോൾ 10 വിരലിൽ ബാൻഡേജ് ഇല്ലാതെ വന്നാൽ നിങ്ങളുടെ വിരലുകൾ ആരെങ്കിലും നോക്കിയോ? എന്നാൽ ഒരു വിരലിന് ബാൻഡേജ് ഇട്ട് നോക്കൂ, എല്ലാവരും അതാ നോക്കുക. അതുപോലെയാണ് മൊബൈൽ ഫോണിൽ അറിവ്. ഇതിൽ നല്ലതൊന്നും ആരും നോക്കില്ല. ഇടക്കിടക്ക് ഓരോന്ന് ഇറങ്ങി വരും. വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. പിന്നെ അതിലേ അങ്ങ് പോയാൽ പിന്നെ തിരിച്ചു വരിക എളുപ്പമല്ല. അതുകൊണ്ട് നല്ലതിനേക്കാൾ ചീത്ത മൊബൈൽ ഫോണുണ്ട്. അതുകൊണ്ട് അത് സംസ്കരിക്കാൻ, വേണ്ടതെടുത്ത് വേണ്ടത് ഒഴിവാക്കാനുള്ള തൻ്റെ ഇടം അവനുണ്ടാക്കുക. ആ മൊബൈൽ ഫോണുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ആ ഡിജിറ്റൽ സങ്കല്പ ലോകത്തിൽ അവൻ പോകാൻ കാരണം എന്താണെന്നറിയോ? ജൈവികമായ സങ്കല്പ ലോകം നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തതാണ്. നമ്മുടെ കുട്ടികളാകുമ്പോൾ എന്തെങ്കിലും ഒരു ലഹരി വേണം. ലഹരി എന്താണ്? ഖരം, ദ്രാവകം, വാതകം, 3 ലഹരിയാണിപ്പോൾ പ്രചരിക്കുന്നത്. ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക. എന്നാൽ ഭാവനയുടെ ലഹരിയുണ്ടോ? ഇത് ഒഴിവാകും. ലഹരി വേണം കുട്ടികൾക്ക്. മധുര സ്വപ്ന ശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ, അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ. പോകാറുണ്ടോ? ചങ്ങമ്പുഴിയുടെ മനസ്സിനി വായിച്ചാൽ ആ ഭാവനയുടെ അദ്വൈതാമല ഭാവസ്പന്ദിത ലോകത്തെത്തിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുക. ജൈവികവും ഭാവനാപൂർണവുമായ ലഹരി ഉപയോഗിക്കുക. എന്നാൽ ഈ ഖരദ്രാവക വാതക ലഹരി ഒഴിവാക്കുക. അവരെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി വർത്തമാനം പറയുക. അതിനാണ് സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. എസ് ഫോർ സ്മൈൽ. SOFTEN, സ്മൈൽ. ഒന്ന് ചിരിച്ചിട്ട് വർത്താനം പറ. ഈ മസിലും പിടിച്ചിട്ടിരിക്കുന്ന വീടില്ലേ, ആ എനർജി മൊത്തം പോവും. വീട്ടിൽ വരുമ്പം തന്നെ എന്താ വയ്യേ, എന്താ കുപ്പായത്തിലാക്കിയേ, ഇങ്ങനെ ചോദ്യം ചെയ്യല പല വീട്ടിൽ നിന്നും അല്ലേ. 50-ൽ 45 മാർക്കും വാങ്ങി വന്നാൽ കിട്ടിയ 45-ന് ഒരു മുത്തം കൊടുക്കില്ല, കിട്ടാത്ത 5-ന് ശകാരിക്കും. ഇതാണ് നമ്മുടെ ഒരു ശീലം. സ്മൈൽ, അതിന് പൈസയൊന്നും ചെലവില്ലല്ലോ. സ്മൈൽ. ഓപ്പൺ പോസ്റ്റർ, തുറന്ന സമീപനം.
മുൻവിധിയോടുകൂടി ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല, അതെല്ലാം തട്ടിപ്പാ, നീ കളവാ പറയുന്ന ആ ധാരണ വേണ്ട. മുൻവിധിയോടെ അവരെ വിശ്വാസത്തിലെടുക്കാത്തവരെയാണ് അവരുടെ കുട്ടികളാണ്, രക്ഷിതാക്കളുടെ കുട്ടികളാണ് മിക്കപ്പോഴും കളവ് പറയുക. ഓപ്പൺ പോസ്റ്റർ, തുറന്ന സമീപനം. എഫ് ഫോർവേഡ് ലീൻ, മുന്നോട്ടാഞ്ഞ് വർത്താനം പറയൂ. ഇങ്ങനെ നിന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ SI നിൽക്കുമ്പോൾ നിൽക്കല്ല, മുന്നോട്ടാഞ്ഞ് കുട്ടികളോട് മുന്നോട്ടാഞ്ഞ് വർത്താനം പറയാ. മനസ്സിലായോ? ചെറിയ കുട്ടികളെ നമ്മൾ എടുക്കണമെങ്കിൽ ബാമോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാ കുട്ടി എടുക്കാൻ പറ്റുമോ? നമ്മൾ കുട്ടിയിലേക്ക് താഴണ്ടേ? കുട്ടിയിലേക്ക് നമ്മൾ താണാലേ കുട്ടികൾ നമ്മോളം ഉയരുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ കുട്ടിയിലേക്ക് താഴൂ. അതാണ് ഫോർവേഡ് ലീൻ, മുന്നോട്ടായു. SOFI ടച്ച്, തൊടണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം. ചെറിയ പ്രായത്തിൽ വാത്സല്യം പ്രകടിപ്പിക്കാൻ, വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചിന്നാണ്, വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചാൻ. ശ്രീവത്സം, മഹാവിഷ്ണുവിൻ്റെ നെഞ്ചത്തെ മറുക. വത്സത്തോട് ചേർത്ത് പിടിക്കുന്നതിനാണ് വാത്സല്യം എന്ന് പറയുക. ഈ ചേർത്ത് പിടിച്ച് പിന്നെ 1-ാം ക്ലാസ് എത്തുമ്പോൾ പിടുത്തം കുറഞ്ഞ്, 2-ാം ക്ലാസ് എത്തുമ്പോൾ പിടുത്തം കുറഞ്ഞ് പോകുമ്പോൾ അച്ഛൻ അമ്മ കെട്ടിപ്പിടിക്കാത്ത മക്കൾക്ക് വമ്പിച്ച നഷ്ടബോധ. അവൻ്റെ ഉള്ളിൽ ആ ശൂന്യതയായിട്ട് വേക്കൻ്റായി കിടക്കും. ആ വാക്കും ക്രിയേറ്റീവ് ഇടും. നഷ്ടബോധം, സ്നേഹത്തിൻ്റെ നഷ്ടബോധം, അത് ഫില്ല് ചെയ്യാൻ ഏടുന്നാ കിട്ടുന്ന ആടെ പോവാൻ. അങ്ങനെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിക്കാത്ത, മുത്തം കൊടുക്കാത്ത മക്കളാണ് നാട്ടിൽ പോയിട്ട് ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് പീഡന കേസ് പ്രതിയാവും. നിങ്ങൾക്ക് മനസ്സിലായോ? മക്കളെ ചേർത്ത് പിടിക്ക്, ടച്ച്, തൊട്. SOFT ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്താനം പറ. ചില രക്ഷിതാക്കളുണ്ട്, മക്കളോട് പറയണമെങ്കിൽ ഭാര്യയോടെ പറയാം. എന്താ വീഡിയോ ഒരുത്തനില്ലേ, ഓന് പോയിക്കൂടെ? എന്തിനീ ഭാര്യനെ ഏൽപ്പിക്കുന്നു? സുപ്രീം കോടതി നേരിട്ട് കക്ഷികളെ വിളിപ്പിക്ക്, ഹൈക്കോടതിയിലൂടെ മാത്രം വിളിപ്പിച്ചാൽ പോരാ. അങ്ങനെയാ മക്കൾ പലരും, അമ്മക്ക് ഹൈക്കോടതിയിൽ നിന്നും അച്ഛന് സുപ്രീം കോടതിയിൽ നിന്നാ പേര്. ടൂറ് പോവാൻ പൈസക്ക് ചോദിക്കേണ്ട കാര്യം ഒരു കുട്ടി പറഞ്ഞാ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഹൈക്കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛനോട് ചോദിക്കാൻ. അങ്ങനെ സുപ്രീം കോടതി ഹൈക്കോടതി ആവല്ല. മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി സംസാരിക്കുക, ഐ കോണ്ടാക്ട്. SOFT. അത് കഴിഞ്ഞാൽ നോഡിങ്. മക്കൾ വർത്താനം പറയുമ്പോൾ തലകുലിക്കണം. തലകുലിക്ക് സമ്മതിക്ക്. മക്കളെ മുമ്പ് തോറ്റു കൊടുക്കുന്നതിൽ ഒരു ഈഗോ ക്ലാഷും വേണ്ട കേട്ടോ. മക്കളെ മുമ്പ് തോറ്റിട്ട് നാണം കുടുങ്ങിയെന്ന് കയ്യേ പറ്റിപ്പോയി എന്നെല്ലാം പറയുമ്പോൾ കുട്ടികൾക്ക് നിങ്ങൾക്കോടുള്ള ഇഷ്ടത്തിൻ്റെ 1000 ഇരട്ടി ഇഷ്ടം ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞ മാത്രം ശരി എന്ന് പറയുമ്പോൾ കുട്ടികൾ നിങ്ങളോട് വെറുക്കുക. മക്കളെ പറയുന്നത് ശരിയെന്ന് ബോധ്യമായ തോറ്റു കൊടുക്ക്. തലകുലിക്ക് സമ്മതിക്കുക. തടാ പറ്റിപ്പോയടാ എന്ന് സമ്മതിക്ക്. നോഡിങ്, തലകുലിക്ക്. SOFT സോഫ്റ്റ് ആൻഡ് സ്മൈൽ, ഓപ്പൺ പോസ്റ്റർ, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. നല്ല കമ്മ്യൂണിക്കേഷനിലെ വീട്ടിലെ കുട്ടികൾ നല്ല വ്യക്തിത്വമുള്ളവരായി മാറും. ഇന്ന് വളരാൻ തുടങ്ങുക, നിങ്ങൾ വളരാൻ തുടങ്ങുക. അങ്ങനെ വളരാൻ തുടങ്ങുക. കുട്ടികളെ വെറുക്കരുത്. കുട്ടികളുമായിട്ട് ശണ്ട കൂടിയാൽ, എന്തെങ്കിലും ശകാരിച്ചാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് കോംപ്രമൈസ് ആയിരിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് അത് കോംപ്രമൈസ് ആയിട്ടില്ലെങ്കിൽ അവൻ്റെ ഉറക്കത്തിലാണത്. അന്നത്തെ അനുഭവങ്ങൾ അത് അവൻ്റെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും രേഖപ്പെടുത്തി വെക്കും. അതെല്ലാം പുറത്തു വരിക എപ്പോന്നറിയോ? അവന് കഴിവുണ്ടാവുകയും നിങ്ങൾ കിടപ്പിലാവുകയും ചെയ്യുമ്പോൾ ഇത് മുഴുവൻ അവൻ പ്രതികാരമാക്കി തീർക്കും. അതുകൊണ്ട് രാത്രിയാകുന്നതിന് മുമ്പ് കുട്ടികളോട് വഴക്കുണ്ട്, കോംപ്രമൈസ് ആക്കണം. ഒരനുഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. ഞാനിതുപോലെ ഒരു സ്കൂളിലെ രക്ഷിതാക്കൾക്ക്, വയനാട് ജില്ലയിലെ പൂതാടിയുള്ളൊരു സ്കൂളിലെ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. മക്കളുമായിട്ട് നമ്മളാണ് കോംപ്രമൈസ് ആക്കേണ്ടത്. മക്കൾ കോംപ്രമൈസ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് മനഃശാസ്ത്രപരമായി അവതരിപ്പിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഒരു ടീച്ചർ ബോധം കെട്ട് വീണു. അപ്പോൾ ക്ലാസ് നിന്നു, ടീച്ചറെ എടുത്തു കൊണ്ടുപോയി. അവസാനം ടീച്ചർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖത്ത് വെള്ളം തേച്ചപ്പോൾ ടീച്ചർക്ക് ബോധം വന്നു. അല്ല മാഷേ, ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ ക്ലാസ് എടുത്തോന്ന് പറഞ്ഞു. ക്ലാസ്സൊക്കെ പൂർത്തീകരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർ എന്നെ ഫോൺ വിളിച്ചു. മാഷേ, അന്ന് പറ്റിയത് പറയാം. ഞാനും എൻ്റെ മോനും 1 കൊല്ലമായി മിണ്ടാത്തത്. ഓൻ ബാംഗ്ലൂരാണ്. ഞാൻ പറഞ്ഞ പെണ്ണിനെ ഓൻ കല്യാണം കഴിക്കാത്തതിലെ വാശിയിൽ ഞാൻ അങ്ങോട്ടും വിളിക്കില്ല, ഓൻ ഇങ്ങോട്ടും വിളിക്കില്ല. ഓൻ ബാംഗ്ലൂരാണ്. ഞങ്ങൾ കാണാറില്ല, വിളിക്കാറില്ല. എന്നാൽ നമ്മളാണ്
സാക്രിഫൈസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റ് മുഴുവൻ എൻ്റെതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്തെല്ലോ ആയിപ്പോയിട്ട് വീണുപോയതാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഞാൻ ഇന്നലെ രാവിലെ അവനെ വിളിച്ചു. 1 കൊല്ലം കൂടിയിട്ട് അവനെ ഫോൺ വിളിച്ചു. ഓൻ ഫോൺ എടുത്തു. അവനും ഒന്നും പറയുന്നില്ല, എനിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം കരഞ്ഞു. ഞാൻ വിറക്കുന്ന ശബ്ദത്തോടെ മോനേന്ന് വിളിച്ചു. അതും മാത്രം മതിയായിരുന്നു അവന്. രാത്രി അവൻ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി. എൻ്റെ മോനല്ലേ അത്, നമ്മുടെ മക്കളല്ലേ, അവരെ വെറുക്കരുത്, അവരെ ശത്രുപക്ഷത്തിരുത്തരുത്, അവരെ രാക്ഷസനെ പോലെ ശകാരിക്കരുത്. സ്നേഹമെന്ന ഒറ്റ മന്ത്രം അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ സ്നേഹമെന്ന ആ വലിയ മന്ത്രം അതുപയോഗിച്ചാൽ നിങ്ങളുടെ മക്കളെ നല്ല മനുഷ്യക്കുട്ടികളായി, നല്ല വ്യക്തിത്വമുള്ളവരായി വളർത്തിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെയൊരു ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ പ്രിൻസിപ്പളിനോടുള്ള എൻ്റെ കടപ്പാടറിയിക്കുന്നു. ഈ വലിയ മഹാസദസ്സിൽ ഇത്ര നേരം എൻ്റെ ക്ലാസ്സിൽ കേട്ടും പ്രതികരിച്ചും കൈയടിച്ചും സഹകരിച്ച മുഴുവൻ രക്ഷിതാക്കളോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ്സിന് ഈ ജനറൽ ബോഡിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ചുരുക്കുന്നു. നമസ്കാരം.